പല വർഷത്തെ പ്രയത്നങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇന്ത്യയിലെ MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സിന് വേണ്ടി നമ്മളൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 2009 മുതൽ. സ്മോൾ എന്റർപ്രൈസ് ഇന്ത്യ. സ്മോൾ എന്റർപ്രൈസ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ MSMEസിന് വേണ്ടിയുള്ള അവരുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് വളർത്തണം, ഏതൊക്കെ രീതിയിലാണ് അവർക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ബാങ്കിങ് ആൻഡ് ഫിനാൻസോ ടെക്നോളജിയോ ലോജിസ്റ്റിക്സ് എല്ലാ കാര്യത്തിലും ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്മോൾ എന്റർപ്രൈസ് ഇന്ത്യ. അത് 17 വർഷമായിട്ട് ഇന്ത്യ മൊത്തം പല സംസ്ഥാനങ്ങളിലും സിറ്റീസിലും പല അസോസിയേഷൻസിലും ചേർന്ന് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. SMEസിന് മാക്സിമം ഇൻഫർമേഷൻ കൊടുക്കുക. അത് പല പല SME അസോസിയേഷൻ, നമ്മുടെ MSME മിനിസ്ട്രി, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ നോളജ് എക്കോണമി മിഷൻ അവർക്ക് വേണ്ടി കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് SME അസോസിയേഷനും പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് MSME മിനിസ്ട്രിക്ക് വേണ്ടി നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് സെഷൻസ്, IPR സെഷൻസ്, ടെക്നോളജി സെഷൻസ് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസ്, കഴിഞ്ഞ 17 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞങ്ങൾ ഗ്രാമോദയ എന്ന് പറയുന്ന ഈ സ്ഥാപനം, ഈ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ തുടങ്ങിയത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഗ്രാമീണ ഓൺടർപ്രണേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പ്രോഡക്ട്സ് വിൽക്കാൻ. എല്ലാവർക്കും നല്ല പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പം സംസാരിച്ചുള്ള ആഷ്ലി നല്ല പ്രോഡക്റ്റ് ആണ്, അവർക്ക് എല്ലാ ലൈസൻസും ഉണ്ട്. പക്ഷെ ഒരു നല്ലൊരു പാർട്ട്ണർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മുന്നോട്ട് എങ്ങനെയാ കൊണ്ടുപോകുന്ന അറിയാമല്ലാതെ ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു കുറെ പരിമിതികൾ നമ്മുടെ ഈ ഗ്രാമീണ ഓൺടർപ്രണേഴ്സിനുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം എന്താ സംഭവിക്കുക, നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് മുന്നോട്ട് വന്നിട്ട് എത്ര നല്ല പ്രോഡക്റ്റ് ആണെങ്കിലും അത് ചിലപ്പോൾ പതുക്കെ ക്ലോസ് ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരും. അതും ഇത്രയും നല്ല പ്രോഡക്റ്റ് 4 പേർക്ക് അറിയുകയാണെങ്കിൽ തന്നെ അവർ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം മരുന്നായാലും ഭക്ഷണമായാലും എന്താണ്. അപ്പം എല്ലാവർക്കും വേണ്ടിയത് ഈ പറയുന്ന എല്ലാ ഗ്രാമീണ സംരംഭങ്ങളുടെയും പ്രോഡക്ട്സ് വളരെ നല്ലതാണ്, വളരെ നല്ല പ്രോഡക്റ്റാണ്. അതെങ്ങനെ നമുക്ക് നാട്ടിലോട്ട് എത്തിക്കാം, ബാക്കിയുള്ളവരോട് എത്തിക്കാം, എത്ര സ്മാർട്ടായിട്ട് എത്തിക്കാം എന്നുള്ളതാണ് ഗ്രാമോദയ വഴി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഗ്രാമോദയ ഞങ്ങളിപ്പോ വെൻഡേഴ്സിനെ ഓൺബോർഡ് ചെയ്യാൻ തുടങ്ങി. നമുക്കിപ്പോൾ 500 വെൻഡേഴ്സിന് മേളിലായി. കേരളത്തിൽ അങ്ങോട്ടും അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം മേളിൽ നമുക്ക് വെൻഡേഴ്സായി. വളരെ നല്ല റെസ്പോൺസ് ആണ് ആൾക്കാരുടെ നിന്ന് കിട്ടുന്നത്. നമുക്ക് ഒരുപാട് ടെസ്റ്റിമോണിയൽസ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ട്രെയിനിങ് കഴിഞ്ഞപ്പം അതിന്റെ ആ ഒരു കംപ്ലീറ്റ് ഒരു ടെക്നിക്കൽ ട്രെയിനിങ്, ഈ ടെക്നിക്കൽ ട്രെയിനിങ് കൂടെ കഴിഞ്ഞപ്പോഴാണ് അവർക്കെല്ലാം മനസ്സിലാകുന്നത് ഇതെന്തുമാത്രം ഉപകരിക്കും ഒരു ഓൺടർപ്രണറിനെ. കാരണം നമുക്കെല്ലാം അറിയാം, ഗ്രാമീണ ഓൺടർപ്രണർ കൈകൊണ്ട് എഴുതി പേപ്പറിലൊക്കെ എഴുതി നമ്മുടെ നമ്മുടെ ഡയറിയിൽ എഴുതി മറന്നു പോകാതെ ഓരോ കണക്കും കാര്യങ്ങളൊക്കെ എഴുതി, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കമാണ്. നമുക്ക് CRM എന്ന് പറഞ്ഞ സിസ്റ്റം ആർക്കും ഇല്ലതാണ്. അക്കൗണ്ടിങ് പോലും പലർക്കും ഇല്ല. അതും നമ്മൾ കൈകൊണ്ട് എഴുതി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബാങ്കിലിട്ട് ഒരു ഫിനാൻസ് എക്സ്പേർട്ടിനെ കാണിച്ച് വർഷത്തിലൊരിക്കൽ PNL എടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനൊക്കെ ആയിരിക്കും. ITR ഒക്കെ ചെയ്യുന്ന എത്ര പേരുണ്ടാവും, അതിനുള്ള വകുപ്പുണ്ടോ, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. ഗ്രാമോദയക്ക് ഇതെല്ലാം ഇൻബിൽട്ട് ആണ്. എവറിത്തിങ് ഇസ് ഇൻബിൽട്ട്. നിങ്ങളുടെ ഡാഷ്ബോർഡ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് CRM, ഒരു ലേറ്റസ്റ്റ് ഓട്ടോമേറ്റഡ് ഇമെയിൽ, കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. ഓട്ടോമേഷൻ അതിനൊക്കെ ഞങ്ങൾ ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജന്റ്, വോയിസ് ഏജന്റ്, നമുക്ക് എന്ത് കാര്യം പറഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം കിട്ടും. നമ്മുടെ ഗ്രാമീണ ഓൺടർപ്രണർ ടൈപ്പ് ചെയ്യാനോ ടെക്സ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തവർക്ക് മലയാളത്തിൽ മലയാളത്തിൽ റെസ്പോൺസ് കിട്ടുന്ന ഒരു സൈറ്റാണ് ഗ്രാമോദയ. അപ്പൊ ഗ്രാമോദയ എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഒരു ഇ-കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസ് ആണ്. നമ്മുടെ ഈ പറയുന്ന ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെ ഉള്ള ഒരു ഇ-കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസ് ആണ്. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഗ്രാമീണ പ്രോഡക്ട്സ്. ആമസോണോ ഫ്ലിപ്കാർട്ടിനോടൊന്നും നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകത്തില്ല. അവരുടെ ഹെവി ഗാഡ്ജറ്റ്സും ഹൈ പ്രൈസ്ലി ആയിട്ടുള്ള കുറെ ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെയാണ് അവർ സെല് ചെയ്യുന്നത്. നമ്മൾ ആ ഏരിയയിൽ നമ്മളിപ്പോൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രാമീണ സംരംഭകരുടെ പ്രോഡക്ട്സ്, ഈ പറയുന്ന പോലെ നജീസാറിന്റെ പോലത്തെ ഈ നല്ല ബയോ കെമിക്കൽസും അത് പിന്നെ മെനിയോസ്, കെമിക്കൽസ് വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ഉള്ളതാണ്. അതുപോലെ തന്നെ നല്ല ഹെർബൽ
മെഡിസിൻസ് അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്ട്സ്, മില്ലറ്റ്സ്, ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന അർബൻ കൺസ്യൂമേഴ്സിനെ എത്തിക്കുക ഇന്ത്യയിലും എല്ലാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ഗ്രാമോദയയുടെ ഇത്. അത് 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ പോകും. അങ്ങനെ ഒരു നല്ലൊരു ഒരു ഒരു മാർക്കറ്റിംഗ് ഞങ്ങൾ ചെയ്ത് നിങ്ങളുടെ പ്രോഡക്ട്സ് അക്രോസ് ഇന്ത്യ എത്തിക്കുക. നിങ്ങൾക്ക് എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ് ഓൺ ബോർഡ് ചെയ്യാൻ. 25 പ്രോഡക്റ്റ് വരെ നമ്മൾ ഓൺ ബോർഡ് ഫ്രീ അനുവദിച്ചിട്ടുണ്ട്. അത് മിക്കവർക്കും അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് പാക്ക് ചെയ്ത് നിങ്ങളുടെ സ്ഥലങ്ങളിൽ റെഡിയാക്കി വെക്കുക. ഓഫീസ് ഓർ ഹോം, നിങ്ങൾ വേറെ എങ്ങും കൊറിയർ ചെയ്യാൻ പോകണ്ട. നമ്മുടെ ഡെലിവറി പാർട്ട്നേഴ്സ് വന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് ഡെലിവറി ചെയ്തു. അത്ര ഈസിയാണ്. നിങ്ങൾ വേറെ ഒന്നും തലപൊട്ടിക്കേണ്ട കാര്യമില്ല. ഫ്രീ ഓൺ ബോർഡിങ്, പാക്കിങ്ങിന്റെ കാര്യമെല്ലാം പറഞ്ഞു തരും. അതിൻ്റെ ഇതെല്ലാം ഡീറ്റെയിൽസ് വരും ഇപ്പോൾ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ. ഇന്നിപ്പോ നമുക്ക് ടെക്നിക്കൽ ആയതുകൊണ്ട് ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ടെക്നിക്കൽ സെക്ഷൻ തുടങ്ങാറായി. ഇത് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിനെ പറ്റി നമ്മളത് വളരെ വിശദമായിട്ട് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഗ്രാമോദയ വെണ്ടർ ട്രെയിനിങ് പ്രോഗ്രാം ടെക്നിക്കൽ ട്രെയിനിങ് ആണ്. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് കൂടെയാണ്. നിങ്ങളുടെ കംപ്ലീറ്റ് ബിസിനസ്സിനെ വളരെ ഓർഗനൈസ്ഡ് ആക്കി, വളരെ പ്രൊഫഷണൽ ആക്കി പ്രോഡക്റ്റ് പ്രസന്റേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെ എങ്ങനെ ഒരു നല്ലൊരു ലാർജ് എന്റർപ്രൈസ് ലെവൽ, അതൊരു വലിയൊരു കമ്പനി ചെയ്യുന്ന അതേ രീതിയിലായിരിക്കും ഞങ്ങൾ കൈപിടിച്ച് കൊണ്ടുപോകാൻ പോകുന്നു. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഗ്രാമോദയ. ആ ഒരു ഇത് നന്നായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കണം. എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായിട്ടും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലും ആണ് പറയുന്നത്. ഗ്രാമോദയയിലേക്ക് സ്വാഗതം ചെയ്യാണ്. പല പല കരകൗശല ആർട്ടിസൻസ് എന്ന് നമ്മുടെ ഇംഗ്ലീഷിൽ പറയാം, കരകൗശലം പറയാം. അതുപോലെ കഴിവുള്ള പല ബിസിനസ്സുകാരുടെയും ഈ സംരംഭം അവരുടെ എല്ലാം ഒരു ഭാഗമാകട്ടെ. നമ്മളോട് ചേരുന്ന നിങ്ങൾക്കെല്ലാം പരമാവധി ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രയോജനം ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ പ്രയത്നം പോലും. ഇന്നത്തെ ഈ സെഷൻ 4 ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഒന്ന്, അക്കൗണ്ട് എങ്ങനെയാണ് സെറ്റപ്പ് ആക്കുക. നിങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ട് എങ്ങനെയാണ് ഗ്രാമോദയയിൽ സെറ്റ് ആക്കുക, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓൺ ബോർഡിങ് കാര്യങ്ങളുണ്ട്, പിന്നെ പ്രോഡക്റ്റ് മാനേജ്മെന്റ് അതിനകത്ത് ചെയ്യിക്കും. പിന്നെ അറിയേണ്ട ഓരോ കാര്യങ്ങൾ, റിയൽ ടൈം ആയിട്ട് ഓരോ അപ്ഡേറ്റുകൾ എന്നിവ എല്ലാം അതിൻ്റെ അതാത് സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് പഠിപ്പിച്ചു തരും. പിന്നെ വേറൊരു കാര്യമാണ്, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അക്കൗണ്ട് സെറ്റ് ചെയ്തു, KYC എല്ലാം കഴിഞ്ഞു, പിന്നെയാണ് പ്രോഡക്റ്റ് അപ്ലോഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇതാണ് നിങ്ങളുടെ സ്റ്റോർ. ഈ ഒരു പേജാണ് നിങ്ങളുടെ സ്റ്റോർ സെറ്റ് ചെയ്യാണ്. നിങ്ങളൊരു കട സെറ്റ് ചെയ്യുന്ന പോലെ, ഒരു ബിസിനസ്സിന് കട സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഓൺലൈൻ സ്റ്റോർ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ എത്ര പ്രോഡക്ട്സ്, SKU, പ്രോഡക്റ്റ് അവിടെ ബാലൻസ് ഉണ്ട്, സ്റ്റോക്ക് മാനേജ്മെന്റ്, അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്തൂടെ മനസ്സിലാക്കും ഈ ഒരു പ്രോഡക്റ്റ് അപ്ലോഡ് ഡീറ്റെയിൽ. പിന്നെയുള്ളത് ഓർഡർ പ്രോസസ്സിങ്. ഈ ഓർഡർ പ്രോസസ്സിങ് എന്ന് പറയുന്നത്, ഒരു ഓർഡർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രോസസ്സ് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ആ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആസ് എ വെണ്ടർ. ഉടനെ നമുക്കത് നമ്മുടെ ഒരു പാക്കിംഗ് ഡീറ്റെയിൽസ് അത് പിന്നീട് പറഞ്ഞു തരും. നാളെ ആയിരിക്കും അത് വരുന്നത്. ഒരു ഫോമാറ്റ് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുക. അതിന് കുറച്ച് കാര്യങ്ങൾ, കുറെ പ്രിന്റിങ് റിക്വയർമെന്റ്സ് ഉണ്ട്. ഒരു 3 ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് പ്രിന്റ് ചെയ്യണം. ആ 3 ടൈപ്പ് ഡോക്യുമെന്റ്സ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം പിന്നെ ഓർഡർ പ്രോസസ്സിങ് കഴിയുമ്പം ലോജിസ്റ്റിക്സ് പ്രവാഹം, അതായത് എങ്ങനെയാണ് ഈ ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രോഡക്റ്റ് റെഡിയായി പാക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അതായത് അക്കൗണ്ട് തുടങ്ങി, ബിസിനസ് കിട്ടി, പ്രോഡക്റ്റ് എല്ലാം അപ്ലോഡ് ചെയ്തു, പ്രോഡക്റ്റിന്റെ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് എല്ലാം ഇട്ടു, അതിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി, അതിന്റെ പ്രൈസിങ് എഴുതി, എത്ര പ്രോഡക്റ്റ് ബാക്കിയുണ്ട്, അതിന്റെ കംപ്ലീറ്റ് സ്റ്റോക്ക് മാനേജ്മെന്റ് എല്ലാം ഇട്ടിട്ട് ഓരോന്നിന്റെ പ്രൈസും സ്പെഷ്യൽ പ്രൈസും എല്ലാം ഇട്ട്, അത് കഴിഞ്ഞ് ഒരു ഓർഡർ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പ്രോസസ്സിങ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഇതുപോലെയാണ് നിങ്ങൾ ഓർഡർ നിങ്ങളുടെ കടയിൽ നിന്ന്, വീട്ടിൽ നിന്ന് ഡെലിവറി പാർട്ട്ണർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്, ആ ഒരു കാര്യങ്ങൾ. പിന്നെ ആ ഡെലിവറി പാർട്ട്ണർ ചെയ്യുന്ന ആ ഒരു നമ്മുടെ സ്ഥലത്ത് നിന്ന് പോയി അവരുടെ ഹബ്ബിൽ ചെന്ന്, അവിടുന്ന് ഹബ്ബിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് വരുമ്പോൾ ആ കംപ്ലീറ്റ് ഒരു സൈക്കിളും
എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് ഇന്നത്തെ സെഷനിൽ കൂടുതലും ഡിസ്ക്രൈബ് ചെയ്യുന്ന സംഭവം ഈ ഒരു ലോജിസ്റ്റിക്സും ഈ പ്രോഡക്റ്റ് ഈ ഒരു കാര്യമാണ്. ഇതാണ് നിങ്ങളുടെ ഒരു ജേർണി. ഒരു അക്കൗണ്ട് തുടങ്ങി എങ്ങനെയാണ് KYC എല്ലാം പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്ത് വെയിറ്റിംഗ് ഫോർ ദി ഓർഡർ വന്നു കഴിഞ്ഞാലുള്ള പ്രോസസ്സും കാര്യങ്ങളുമാണ് ഇന്നത്തെ കാര്യങ്ങൾ പറയാം. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം എത്ര മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ സെഷന്റെ അവസാനത്തോടുകൂടി നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, ഈ ഗ്രാമോദയിൽ നിന്ന് ബിസിനസ് എങ്ങനെ സുഖമായി നിയന്ത്രിക്കണം, അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാം കിട്ടും ഇത് കഴിയുമ്പോൾ. പിന്നെ ഡാഷ്ബോർഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എളുപ്പമാക്കാൻ, അതോടെ ഉള്ള പ്രോഡക്ട്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ, നിങ്ങളുടെ പ്രോഡക്റ്റ് എല്ലാം മനസ്സിലാക്കി ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാം ഇപ്പം ഈ ഒരു സെഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇന്നത്തെ സെഷൻ മുഴുവൻ ഇതായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ടീമിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ കൂടുതലും നിങ്ങൾ പറയാൻ പോകുന്നത്. നമ്മുടെ സപ്പോർട്ട് ഓഫീസർ ആണ് അനക്സ് തോമസ്. കുഞ്ഞുമോൻ who's a vendor growth advisor. Gopal Krishnan is also a vendor growth advisor. Anwin Nelson, Shaiju, Ahalya, Arshida, അശ്വതി വെണ്ടർ ഓൺബോർഡിംഗ് സെഷൻ ആണ്. അതിനുവേണ്ടി നമ്മുടെ വെബ്സൈറ്റ് ഇപ്പം ഡിസ്പ്ലേ ചെയ്യും, അത് സ്ക്രീൻ ഷെയർ ചെയ്യും. ഇതാണ് ഗ്രാമോദയയുടെ വെബ്സൈറ്റ്. 3 ഭാഷകളിലാണ്, ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും. ഈ 3 ഭാഷകളും നമ്മുടെ ഇതിനകത്തുള്ള ഈ വെബ്സൈറ്റിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഏത് ഭാഷ വേണോ ആ ഭാഷയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് അതായത് ഭാഷയ്ക്ക് കിട്ടുന്നതാണ്. ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റ് വളരെയധികം ടെക് ടൂൾസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റാണ്. ഓട്ടോമേഷനും ഇതുപോലെ തന്നെ AI, അതുപോലെ തന്നെ ഈ പല നല്ല ഉപയോഗപ്രദമായ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സൈറ്റാണ് ഗ്രാമോദയ. അതിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് എല്ലാം ഉപയോഗിച്ച് നമ്മുടെ ഒരു മെയിൻ സപ്പോർട്ടാണ് AI ഏജന്റ് എന്ന് പറയുന്നത്, നമ്മുടെ വോയിസ് ഏജന്റ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഈ ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, പ്രോഡക്റ്റിനെ പറ്റി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചെയ്ത ഒരു കൺസൈൻമെന്റിനെ പറ്റി അല്ലെങ്കിൽ ഷിപ്മെന്റിനെ പറ്റി ആയിരിക്കും, അതിനെപ്പറ്റി അറിയണമെങ്കിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാഷയിൽ നമുക്ക് വേണ്ട ഭാഷയിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഇപ്പോൾ ഫ്ലീഡ് ചെയ്തിരിക്കുന്ന ഈ 3 ഭാഷയിൽ ഏത് ഭാഷ ചോദിച്ചാലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആണ്. കുറെ കസ്റ്റമർ സപ്പോർട്ട് എല്ലാം നമ്മുടെ ഈ ഏജന്റ് ഹാൻഡിൽ ചെയ്യും. കസ്റ്റമേഴ്സിന് വേണ്ടിയ കാര്യങ്ങൾ, എല്ലാം പ്രയാസമുള്ള കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങൾ ഈ ഏജന്റ് വിളിച്ച് ഏജന്റ് എല്ലാത്തിനും ഉത്തരവുണ്ട്. അപ്പം അങ്ങനെ ഒരു പോർട്ടലാണത്. ഇത് ആമസോണും ഫ്ലിപ്കാർട്ടിലും ഇല്ലിപ്പം. നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. ഒരു വളരെ എക്സ്പെൻസീവ് പ്രപ്പോസലാണ്. കാരണം ഇതെല്ലാം ഇന്ത്യയിലുണ്ട്, അത് എല്ലാവർക്കും തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന US ബേസ്ഡ് ഒരു കമ്പനിയുടെ ഒരു സപ്പോർട്ടാണ്. അപ്പം അവരുടെ ഒരു സപ്പോർട്ടും ഫീയും ഒക്കെ വളരെ അധികമാണ്. എന്നിരുന്നാലും നമ്മളൊരു പോർട്ടൽ കേരളത്തിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ അതിന് വളരെ പ്രത്യേകതകൾ വേണം. ആൾക്കാർക്ക് മാക്സിമം ഉപയോഗിക്കാനുള്ള ഒരു മനസ്സും വേണം. അതുകൊണ്ടാണ് ഞങ്ങളിത് ഇതും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഏജന്റ് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത ടെലിഫോൺ ഐക്കോണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മലയാളത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും. പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എയുടെ മലയാളമൊക്കെ എനിക്ക് മലയാളത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ, മലയാളത്തിൽ ഞാൻ സംസാരിക്കാൻ പറഞ്ഞ് നമ്മളോട് പറയും. പിന്നെ നമ്മൾ മലയാളത്തിൽ കയറുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഈ വെബ്സൈറ്റിൽ കയറി ആ ഒരു ലിങ്ക് ഇപ്പൊ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യുന്ന ലിങ്ക്, ആ ലിങ്ക് കയറി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കാവുന്നതാണ്. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് വിളിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ ഈ എന്താണ് റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. വെണ്ടർ ഓൺബോർഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ അറിയാനാണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ഇടിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം മെമ്പേഴ്സ് തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം വെണ്ടർ നമ്മളെ വിളിച്ചെന്ന് വെണ്ടർ കൂടുതൽ സംസാരിക്കണമെങ്കിൽ ആ ടെലിഫോൺ നമ്പറും ആ എൻക്വയറി ബോക്സ് ഇടുക. അതുപോലെ തന്നെ വാട്സപ്പിലും അത് ലഭ്യമാണ്. നമ്മുടെ ടീം മെമ്പർ ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളെ അഡ്വൈസേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും വന്ന് ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഈ പോർട്ടലിൽ ഒരു 3-4 മെയിൻ ഘടകങ്ങളിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ സസ്റ്റൈനബിൾ ലിവിങ്ങും അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന് മുൻനിർത്തിയാണ് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ഇ കൊമേഴ്സ് സൈറ്റിനെ പോലെയല്ല ഗ്രാമോദയ സൈറ്റ്.
ഇപ്പം ആമസോണിലെ, ഫ്ലിപ്കാർട്ടിലെ, മീഷോ ഈ വക കൊമേഴ്ഷ്യൽ ഇ കൊമേഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ ആദ്യം കാണുന്നത് എന്താണ്? പ്രോഡക്റ്റാണ്. അവിടെ അവർക്കറിയാൻ സംസാരിച്ചിരിക്കാൻ സമയമില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടി വാച്ച്, നിങ്ങൾക്ക് വേണ്ടി ലാപ്ടോപ്പ് അല്ലേ, അതിവിടെ കിട്ടുമോ നോക്കി എൻ്റെ പ്രൈസ് നോക്കും, മേടിക്കുക, പോവുക, കഴിയും, വേറെ ഒന്നുമില്ല. അതേസമയം ഗ്രാമോദയം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ഒരു ഗ്രാമീണ വെണ്ടറിനെ പരിചയപ്പെടുത്താൻ പറ്റത്തില്ല. നമുക്കൊരു സ്റ്റോറി ഉണ്ട്, നമുക്കൊരു ഒരു നല്ലൊരു കഥയുണ്ട് പറയാൻ, ഒരു ഭാരതത്തിന്റെ അല്ലെ കേരളത്തിന്റെ കഥയുണ്ട് പറയാൻ. അത് ആദ്യം മനസ്സിലാക്കാൻ, ഒരു സ്റ്റോറി മനസ്സിലാക്കാൻ നമുക്കൊരു പേജ്, നമ്മുടെ ആ ഒരു വിഷൻ, നമ്മുടെ മിഷൻ, ഇതെല്ലാം പറഞ്ഞ് ആൾക്കാരോട് മനസ്സിലാക്കിയ എന്നിട്ടാണ് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നത്. നമ്മുടെ സ്പോട്ട്ലൈറ്റ് സെഷനാണ്. ഓക്കെ, സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും നല്ല നമ്മുടെ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന കുറെ വെണ്ടേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പേജാണ്. അപ്പം അവർക്ക് അവരുടെ പറ്റി സംസാരിക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനെ പറ്റി ഇവിടെ കൊണ്ടുവരും. നമ്മുടെ ഇപ്പൊ ഈ ലോഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് കുറേ ആൾക്കാർ നോക്കും, എന്താണിത്, എന്താണ് ഇത്. അപ്പൊ അവിടെ വരുന്നത് പല പല കഥകളായിരിക്കും, പല വെണ്ടേഴ്സിന്റെ കഥകളായിരിക്കും. നല്ല പ്രോഡക്റ്റ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, അവർക്കൊക്കെ ഇവിടെ നമ്മളൊരു റൈറ്റപ്പ് കൊടുത്ത് നമുക്കൊരു അവരുടെ ഫോട്ടോയും ബ്രാൻഡിങ് എല്ലാം ചെയ്ത് ഒരു നല്ല രീതിയിൽ അവരുടെ ഈ പ്രോഡക്റ്റ് നാട്ടുകാരിലോട്ട് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മളെല്ലാം ഓർത്തണം, ഇതിപ്പം ഓണം വരാൻ പോവാണ്, ഓഗസ്റ്റ് 10. എല്ലാവരും പ്രിപ്പറേഷൻസ് അതിൻ്റെതായി തുടങ്ങിക്കഴിഞ്ഞു. വിൽപ്പനക്കാരെല്ലാം സജീവമായി എല്ലാ തരത്തിലും, എല്ലാണേലും, ഉടുപ്പാണേലും ഭക്ഷണമാണേലും സ്വർണ്ണമാണേലും എല്ലാ കാര്യത്തിലും, ജ്വല്ലറി, എവ്രിതിങ് പീപ്പിൾ എല്ലാവരും റെഡിയായി തുടങ്ങി. ആ സമയത്താണ് ഗ്രാമോദയം ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതൊരു കറക്റ്റ് സമയമാണ് നിങ്ങളുടെ വെണ്ടേഴ്സിന്റെ നിങ്ങളെപ്പറ്റി പറയാനും നിങ്ങളെപ്പറ്റി നിങ്ങളുടെ പ്രോഡക്റ്റ് 4 പേര് അറിയാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. അപ്പം ഇത് ഈ വെണ്ടർ സ്പോട്ട്ലൈറ്റ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ എന്തൊക്കെയാണ് ഡിഫറെന്റ് കാറ്റഗറീസ്, ഇതിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു ഫർണിച്ചർ, ഓർഗാനിക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഹാൻഡ്ലൂം, ഈ കരകൗശല ഇതിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് പറയും. ഇതൊക്കെയാണ് ഇവിടെ എനിക്കൂടാം. ഗ്രാമോദയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പെട്ടെന്നൊരു ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഷോപ്പിങ്ങിന് വരുന്നവർക്കും വെണ്ടർമാരായിട്ട് ജോയിൻ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും പറയുന്നുണ്ട്. വളരെ ഈസി ആയിട്ടും ഒരു ക്വിക്ക് സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. ഈ ആർട്ടിസാനെ അല്ലെങ്കിൽ ആ ഒരു കരകൗശല വ്യക്തിയെ പറ്റി, അവരെ പറ്റി കൂടുതൽ പറയുന്ന പേജും, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ ഇതിനപ്പുറം, നിങ്ങളുടെ ഇപ്പോഴത്തെ ചെറിയ പരിമിതികളിൽ നിന്ന് ഇതിനപ്പുറം എങ്ങനെ വളർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നീ അറിയേണ്ടത്. രജിസ്ട്രേഷൻ ആരംഭിക്കാം. ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ നമ്മൾ ഇതൊക്കെയാണ് എന്റെ ഫീച്ചേഴ്സ്. ഇപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തെറ്റുവരായിരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക്, ലോഞ്ച് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ആൾക്കാർക്ക് രജിസ്റ്റർ ആകാറുണ്ട്. ഓക്കെ, ആ ഒരു സെൽഫ് രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സർവീസിൽ പറഞ്ഞാൽ മതി, അവർ അതിനുള്ള ഹെൽപ്പ് അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ ഈ ആദ്യത്തെ ആ ഫസ്റ്റ് പേജ് നമ്മുടെ വെബ്സൈറ്റിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ, ഇതിന്റെ വെബ്സൈറ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ പറയുന്നത് പ്രൊഡക്റ്റ് പേജിലോട്ടാണ് പോകുന്നത്. പ്രൊഡക്റ്റ് പേജിലോട്ട് കഴിയുമ്പോഴത്തേക്കും ഓരോ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് നൽകാം. സോ നിങ്ങളുടെ പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. കാരണം ആ പ്രോഡക്റ്റ് എത്രയും നന്നായിട്ട് റെഡിയാക്കി വെക്കാവോ അത് അത്രയും നന്നായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു പ്രോഡക്റ്റ് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ വെബ്സൈറ്റിലുള്ള ആൾക്കാരൊക്കെ മേടിക്കാൻ പോകും, അല്ലെങ്കിൽ മേടിക്കാനായിട്ട് അല്ലെങ്കിൽ തയ്യാറാക്കുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. ആ പ്രസന്റേഷൻ ആണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കെല്ലാം അറിയാം, നമ്മളൊരു പ്രോഡക്റ്റ് കണ്ട് വളരെ നമ്മൾ ഏത് രീതി ജീവിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, പക്ഷെ നമുക്കൊരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നല്ലതാണോ ചീത്തയാണോ കുഴപ്പമില്ല, അതിന്റെ പാക്കിംഗ് കണ്ടാൽ നല്ലതായിരിക്കും, അതിന്റെ പ്രസന്റേഷൻ കണ്ടാൽ നല്ലതായിരിക്കും. ഇവിടെയാണ് ഒരു സെയില് നടക്കാനുള്ള ചാൻസ് കൂടുതലുള്ളത്. ഇതിനെപ്പറ്റി നമ്മളെല്ലാം വളരെ ബോധവാന്മാരാക്കണം. കാരണം ഒരു പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മളൊരു മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ, ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓൺലൈൻ സൈറ്റ്സ് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റിനുള്ളിൽ വന്ന് മാഞ്ഞു പോകും. ഇതിനകത്തൊക്കെ നമുക്ക് 10 സെക്കൻഡ് 5 സെക്കൻഡ് ഒക്കെ ഓരോ സ്ഥലത്ത് നമ്മൾ കൊടുക്കുകയുള്ളൂ. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത അപ്പോഴേ നമ്മൾ മാറ്റിക്കളയും, ഇല്ലേ? അപ്പം ആ ഒരു എത്രയും ഭയങ്കര കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. എങ്ങനെയാണ് ഒരു സൈറ്റ്
ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അവർ വരുന്നത് പ്രോഡക്റ്റ്സ് മേടിക്കാനാണ്. നമ്മുടെ പറ്റി വായിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് പേജിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും, ഓ നന്നായിട്ട് വെച്ചിട്ടുണ്ട്, ഇത് കൂടുതൽ നന്നൊരു സൈറ്റ് പ്രോഡക്റ്റ് ആണ്, അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കും. ആ പ്രോഡക്റ്റിനെ പറ്റി എന്നാ എഴുതിയിരിക്കുന്നതെന്ന് നോക്കും. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ മേടിക്കുന്നത് പല രീതിയിലാണ്. എത്ര ഇതായിട്ട് എല്ലാം നോക്കി കഴിഞ്ഞാണ് അവരൊരു ബൈയിങ് ഡെസിഷൻ എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് കൂടുതലും ഫുഡ് ഓൺടർപ്രണേഴ്സ് ആണ് ഫുഡുമായിട്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഭക്ഷണം, അല്ലേ? മനുഷ്യര് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാവരും മസാല, ഈ നമ്മുടെ ഈ അരി, എല്ലാ എളിച്ചെണ്ണ, എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്ന ഒരു നാടാണ് നമ്മുടെ. അപ്പം ഏറ്റവും കൂടുതൽ ഫുഡ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ എത്ര ദിവസം ഹാൻഡിക്രാഫ്റ്റ് മേടിക്കാൻ പറ്റുമോ? ആഴ്ച ഹാൻഡിക്രാഫ്റ്റ് മേടിക്കാൻ പറ്റുമോ? മാസത്തിലൊരിക്കൽ ഹാൻഡിക്രാഫ്റ്റ് മേടിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഭക്ഷണം 3 നേരം നമ്മൾ മേടിക്കും പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡെയിലി മേടിക്കും, ആഴ്ചയും മേടിക്കും. ഡെയിലി മേടിക്കുന്ന ആൾക്കാർ ആഴ്ചയും മേടിക്കും. ഫ്രഷ് ആയിട്ട് അവർക്ക് വേണം, അതുകൊണ്ട് ഫ്രഷ് സാധനം വേണം, അതുകൊണ്ട് അങ്ങനെ മേടിക്കുന്നവരാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അതുകൊണ്ട് എത്ര ഫുഡ് ഐറ്റംസ് വന്നാലും അതിനുള്ള ഇഷ്ടംപോലെ മാർക്കറ്റുണ്ട്. പിന്നെ ഉള്ള ഗാർമെന്റ്സും ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതും അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു തരും. നിങ്ങൾ ഈ കാണുന്ന പ്രൊഡക്റ്റ് പോലൊന്നും അല്ല നമുക്ക് കൈ കിട്ടിയപ്പോൾ. അതാണ് എൻ്റെ രസം. അത് വളരെ ഒരു മാറ്റമുണ്ട്. അതിൽ നിന്നാണ് നമ്മുടെ വെണ്ടർ പോർട്ടലിന്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത്. നമ്മുടെ ആ ഒരു ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ഇട്ട് നമ്മൾ ഇവിടുന്ന് ലോഗിൻ ചെയ്ത് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടാണ് ആദ്യം നമ്മുടെ വെണ്ടർ പോർട്ടലോട്ട് കിടക്കുന്നത്. സോ ഇത് നമുക്ക് മറക്കാതെ നമ്മുടെ ഇമെയിലും നിങ്ങൾ എപ്പോഴും ആക്സസ് ഉള്ള ഇമെയിലും പാസ്വേഡും ഉപയോഗിച്ച് ക്ലെയിം ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടെ പറയുന്നത് ഈ ഒരു പോർട്ടലിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ബാക്കി എല്ലാത്തിനകത്തും ആക്സസ് കിട്ടുന്നത്. ഈ പറയുന്നത് നമ്മുടെ CRM-ഉം നമ്മുടെ ഈ വെണ്ടർ ഓൺബോർഡിങ്ങിന്റെ കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് അപ്ലോഡും എല്ലാം ചെയ്യുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ. ഇത് സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. എങ്ങനെയാണ് ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും ഇടുക. ഇൻ കേസ് പിന്നെ ഇന്ററാക്ഷൻ ചെയ്തു നിങ്ങളുടെ ഇമെയിൽ തെറ്റാപോലാണെങ്കിൽ അത് ഫോർവേഡ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇതിലോട്ട് കയറി ചെന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു വെണ്ടർ ഇതിൽ ചെയ്യാനായിട്ട്. ഏറ്റവും താഴെ നമ്മൾ ഇനിയിപ്പം നമ്മുടെ ലീഗൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പിന്നെ നമ്മുടെ ടേംസ് ആൻഡ് സർവീസ്, വെണ്ടർ അഗ്രിമെന്റ് പ്രോഗ്രാം, ഷിപ്പിംഗ് പോളിസി, ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. നിങ്ങളെല്ലാവരും ഈ ഒരു പേജ്, ഈ ലീഗൽ പേജ് വളരെ കാര്യമായിട്ട് നോക്കി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം അതിൻ്റെ അകത്തുനിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിൽക്കും ഡൂസ് ആൻഡ് ഡോൺസ്. ഇതൊക്കെ ഇൻഡസ്ട്രി നോംസ് ആണ്. കാരണം നമ്മുടെ ഈ ഷിപ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കൊരു ഷിപ്മെന്റ് പ്രശ്നം വന്നാലും അത് എന്തൊക്കെയാണ് അതിന്റെ വശങ്ങളെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും, പിന്നെ ഒരു വെണ്ടർ എഗ്രിമെന്റ്, വെണ്ടർ നമ്മുടെ ഗ്രാമോദയമായിട്ട് എഴുതുമ്പോഴത്തേക്ക് ഇന്ന കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായി എന്നുള്ള ഒരു എഗ്രിമെന്റും കൂടെ ഉണ്ട്. അതും കൂടെ മനസ്സിലാക്കുക. പിന്നെ ഷിപ്പിംഗ് പോളിസി, ഇതൊക്കെ പല സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്കും ബൾക്കായിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ വേറെ ഇതൊക്കെ ആയിരിക്കും പോകുന്നു. അതൊക്കെ മനസ്സിലാക്കാനുള്ള കുറെ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇവിടെ ഇപ്പം ഇത് പറയുന്നത്, ഇതാണ് നിങ്ങളുടെ ഒരു വെണ്ടർ പേജ് എന്ന് പറയുന്നത്. ഈ ഒരു പേജാണ് നിങ്ങളുടെ കംപ്ലീറ്റ് പ്രോഡക്ട്സിന്റെ, ഇപ്പൊ നമ്മളൊരു സാമ്പിൾ കാണിച്ചു വെച്ചെന്നുള്ളൂ. എല്ലാവിധ പ്രോഡക്ട്സിന്റെ എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു വെണ്ടർ പേജിലാണ്. ഇതിനകത്ത് നിങ്ങളൊരു കംപ്ലീറ്റ് ഇന്നത്തെ ഇപ്പൊ നമ്മളിപ്പോ ഒരാഴ്ച ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ 1 മാസം ബിസിനസ് ചെയ്ത് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും, ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് വിറ്റത്, എത്ര ക്വാണ്ടിറ്റി ആർക്കൊക്കെ പോയി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ മൈ ഓർഡേഴ്സ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ തന്നെയാണെങ്കിൽ പെൻഡിങ് ഡോക്യുമെന്റ്, മൈ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തോരം പ്രോഡക്റ്റ് പെൻഡിങ് ഉണ്ട്, നിങ്ങൾ ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് എന്തെങ്കിലും കാര്യം കൊണ്ട് പെൻഡിങ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റോക്ക് ഇല്ലാഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ സ്റ്റോക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നോക്കുക. അങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ എല്ലാ പ്രോഡക്റ്റും, അതിന്റെ ഓരോന്നിനും ഓരോ SKU ഉണ്ടല്ലോ. ഇപ്പം 250 ഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ 500 ഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ 1 kg ആയിരിക്കും. ഓരോന്നിനും ഓരോ ഇത് വെച്ചിട്ട് നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ടാവും. ഈ ഒരു ഇത് നിങ്ങളുടെ എന്തോരം പ്രോഡക്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഈ സൈറ്റിൽ, ആ എല്ലാ പ്രോഡക്ട്സിന്റെയും അപ്ഡേറ്റ്
പല രീതിയിൽ ആൾക്കാർ നോക്കുന്ന അപ്ഡേറ്റ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ടാവും. പ്രൈസിന്റെ കാര്യത്തിൽ നമ്മൾ വരാം. പക്ഷെ ഇതിപ്പം ഓവർവ്യൂ ആൻഡ് മൈ ഓർഡേഴ്സ് ഈ കാര്യങ്ങളാണ്. ഇപ്പം ഇവിടെ പറഞ്ഞത് നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓർഡേഴ്സിന്റെ കാര്യമാണ്. ഇതിൻ്റെ അകത്ത് റിട്ടേണിന്റെ കാര്യം പറഞ്ഞു വേണം. അപ്പൊ ഈ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും എല്ലാ പ്രോഡക്റ്റും ഇഷ്ടപ്പെടുന്ന വരത്തില്ല. ആ ഒരു മനസ്സോടുകൂടിയാണ് നമ്മൾ ഏതൊരു ബിസിനസ്സിൽ ഇറങ്ങാനും, അല്ലെ? ഇപ്പൊ നമ്മൾ റീറ്റെയിൽ ബിസിനസ്സിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു കടയുണ്ടെങ്കിൽ ആൾക്കാർ വരും, ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ മേടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരും, ഇതിന് ഞാൻ തുറന്നില്ല, ഇത് തിരിച്ചെടുക്കാവോ, ഇല്ലേ? നമ്മുടെ എല്ലാ കടകളും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം കൺസ്യൂമറാണ് നമ്മളെ എല്ലാ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നത്. അപ്പൊ അവരെ ഹാപ്പി ആക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ കൺസ്യൂമർ ഒന്ന് പറയാണ് ഇതെനിക്ക് വേണ്ട, ഇത് തിരിച്ചു തരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത സാധനം തിരിച്ച് എടുക്കത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഒരിക്കലും ആ കസ്റ്റമർ തിരിച്ചു വരത്തില്ല അങ്ങോട്ട്. ആ ഒരു സമയത്ത് അത് മേടിച്ചേക്കാം, പക്ഷെ തിരിച്ചൊരിക്കലും കസ്റ്റമർ വരത്തില്ല. എന്തുകൊണ്ടാണ്? വിശ്വാസം നമ്മുടെ ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ ഇല്ലാത്തതുകൊണ്ട്. കാരണം കൺസ്യൂമറിന് വേറെ എന്തോരം ഷോപ്പുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ എനിക്ക് മാത്രം വരുന്നത്? അവിടെ വരുമ്പം നമ്മുടെ ഒരു വേ ഓഫ് ഹാൻഡ്ലിങ്, നമ്മൾ ആ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അവരെ ഹാപ്പി ആക്കുന്ന രീതി, ഇല്ലേ, നമ്മളെ അവർ വെൽക്കം ചെയ്യുന്ന രീതി, അവരോട് എത്ര നന്നായിട്ട് പെരുമാറുന്നു. അവർക്ക് പ്രോഡക്റ്റ് പ്രോബ്ലമാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി ഞാൻ വേറെ തരാം. ആ ഒരു പറയുന്ന ഒരു വളരെ ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു കടക്കാരന്റെ ഒരു സെയിം തിങ് ഓൺലൈനിലും പ്രകടനമാക്കണം. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും? ഈ റിട്ടേൺ പോളിസി എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഒരു കസ്റ്റമറിന് ഇഷ്ടമല്ലെങ്കിൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ആ കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. അതിന് നമ്മൾ 7 days സമയമാണ് കൊടുത്തിരിക്കുന്നത് റിട്ടേൺ പോളിസി. ആ ഒരു 7 daysനുള്ളിൽ നമുക്ക് അയാൾ തിരിച്ച് തന്നിരിക്കണം. ആ 7 days കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാധ്യത, നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം അവർക്ക് തരാനുള്ള മാക്സിമം ആ 7 daysനുള്ളിൽ തരുന്ന കാര്യങ്ങളും എല്ലാം ഈ ഒരു പോർട്ടലിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നത്. നമ്മുടെ ഈ പോർട്ടലിനകത്ത്, ഈ ഒരു പേജിനകത്ത്, ഈ ഓർഡേഴ്സിനകത്ത് എല്ലാ റിട്ടേൺസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തന്നെ നീറ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എല്ലാ വെണ്ടേഴ്സിനും മനസ്സിലാകത്തക്ക രീതിയിലാണ് നമ്മളത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. ഈ റിട്ടേണിന്റെ കാര്യത്തിലെല്ലാം നമ്മളവിടെ മിക്സ് ചെയ്യും. ഈ ഏർണിംഗ് എന്ന് പറയുന്ന ഈ പേജ്, അതായത് ഇവിടെയാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും, എത്ര പൈസ ഏൺ ചെയ്തു, നിങ്ങളുടെ കമ്മീഷൻ, നിങ്ങളുടെ സെറ്റിൽമെന്റ്, എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ടും നീറ്റായിട്ടും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമ്മീഷൻ എത്രയാണ്, എത്ര ശതമാനമാണ് GST, എത്ര ശതമാനമാണ് TDS, എത്ര, ഈ ബ്രേക്ക് ഡൗൺ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണിച്ച് പോകുന്ന ഒരു പേജാണ് ഈ പറയുന്ന പോലത്തെ ഈ പേജ്, ഏർണിങ്സ് എന്ന് പറഞ്ഞ പേജ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫൈനലി എത്ര പൈസ കിട്ടും, എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള എല്ലാം മനസ്സിലാവും. ഇവിടെയാണ് നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നത്. പിക്കപ്പ് ഷെഡ്യൂള്, പിക്കപ്പിന്റെയും റെഡി ടു ഷിപ്പ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും. അപ്പൊ ഇത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇത് നിങ്ങൾ എപ്പോഴും വാച്ച്ഫുൾ ആയിരിക്കണം കേട്ടോ. ഈ ഒരു സെക്ഷൻ നമ്മുടെ മൊബൈലിലാണേലും ലാപ്ടോപ്പിലാണേലും ഈ ഒരു പേജ്, ഇതാണ് നിങ്ങളുടെ മെയിൻ ഈ സൈറ്റിന്റെ എൻക്വയറി വരുന്നതും നോട്ടിഫിക്കേഷൻസ് വരുന്നതെല്ലാം ഇതിൻ്റെ അകത്താണ്. അപ്പൊ ഇത് ഇതാണ് കടയുടെ ഫ്രണ്ട് വശം, നിങ്ങളുടെ എൻട്രി ഇതാണ്. ബാക്കിയെല്ലാം റിപ്പോർട്ട്സും കാര്യങ്ങളും. പക്ഷേ കസ്റ്റമർ എപ്പോഴാണ് നിങ്ങൾക്ക് ഓർഡർ വരുന്നത്, എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്, ഈ നോട്ടിഫിക്കേഷനിലാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ സൈഡിൽ കാണുമ്പോൾ നമുക്കറിയാം, ഓക്കെ 20 നോട്ടിഫിക്കേഷൻ, 15 ഇങ്ങനെ കാണുമ്പോൾ അറിയാം. അത് പോയി നോക്കുമ്പോഴത്തേക്ക് ഓർഡർ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഈ ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡീറ്റെയിൽസ് എന്താണെന്ന് കാണാം. അത് അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഓർഡർ അക്സെപ്റ്റഡ് ഈ ഒരു സീക്വൻസ് ഉണ്ട്. അത് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ ഗ്രാമോദയം വന്ന് സൈൻ ഇൻ ചെയ്ത് ഇത് വന്നിട്ട് പ്രോഡക്ട്സിന്റെ അവിടെ വന്നിട്ട് ആഡ് പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റിന്റെ നല്ല ഇമേജ് കൊടുക്കുക, എന്നിട്ട് പ്രോഡക്റ്റിന്റെ പേരെഴുതുക. ഇപ്പം മാം അതിന്റെ പേരെഴുതുകയാണ്. ഓക്കെ, നെയിം ഇൻ ഇംഗ്ലീഷ്. സോ അത് ലെറ്റ്സ് സേ you can write pickle, for example pickle, let's say mango pickle. ഇതിന്റെ അർത്ഥം ഒരു പ്രോഡക്റ്റിന്റെ പേര്, ഐ മീൻ ഇപ്പൊ കേരള മാംഗോ പിക്കിൾ ആണ്, KMP എന്നൊരു കോഡ് കൊടുക്കുക, പിന്നെ 00 ഒരു 4 അക്ഷരമുള്ള ഒരു നമ്പറും കൊടുക്കുക. അതൊരു യുണീക്ക് ആയിരിക്കും. കാരണം അതായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ടാഗ് ചെയ്ത് ഓരോ അതിന്റെ പ്രൈസ്, എത്ര എണ്ണം സെല്ലായി അല്ലെങ്കിൽ എത്ര എണ്ണം സ്റ്റോക്ക് ഉണ്ട്, ഇതൊക്കെ പറയുന്ന SKU വെച്ചിട്ടാണ്. അതാണ് ആ പ്രോഡക്റ്റിന്റെ ഒരു കോഡ് ആയിരിക്കാൻ പോകുന്നത്. സോ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. അതിൻ്റെ അകത്ത് ഓരോ പ്രോഡക്റ്റും ഓരോ കോഡ് നമ്മൾ അങ്ങനെ മെൻഷൻ ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ സൈറ്റ് AI യുടെ സഹായത്തോടുകൂടി
ബിൽഡ് ചെയ്തൊരു സൈറ്റാണ്. അല്ല, എയുടെ ഒത്തിരി ബിൽഡ് ചെയ്തതല്ല, ഇത് കംപ്ലീറ്റ്ലി കോഡിംഗ് ആണ്. പക്ഷെ AI ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പല കാര്യങ്ങളും ഈസി ആക്കാൻ. അപ്പം ഈ കേരള മാംഗോ പിക്കിൾ എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഇടണമെങ്കിൽ അവിടെ ഒരു സ്റ്റാർ കണ്ട് ആ സ്റ്റാറിൽ ഞെക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മലയാളത്തിൽ വരികയും ചെയ്യും. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് കാറ്റഗറി ഉണ്ട്, സബ് കാറ്റഗറി ഉണ്ട്. ഇത് ആൾക്കാർക്ക് പല രീതിയിലും മനസ്സിലാകാനൊക്കെ ഉണ്ട്. കാറ്റഗറി എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയാണ്, ഇത് ഓർഗാനിക് നാച്ചുറൽ ഫുഡ്സിന്റെ കീഴിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സബ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കറക്റ്റും എന്താണ് നിങ്ങളുടെ പിക്കിൾസ് ആൻഡ് ചട്നി, അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഇത് വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി സെക്ഷൻ അതും റെഡിയായി. നെക്സ്റ്റ് ഇസ് കമ്മീഷൻ. അല്ല, ഇവിടെ ഈ ഡിസ്ക്രിപ്ഷൻ ആണ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കൂടുതൽ സെല്ല് ചെയ്യുന്നത്. കാരണം ഈ ഓൺലൈൻ വാങ്ങിക്കുന്നവരെല്ലാം ഈ ഡിസ്ക്രിപ്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. കാരണം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇത് നമ്മൾ ഓർഗാനിക് ആണെന്നൊക്കെ പറഞ്ഞ് ഗ്രാമോദയ നമ്മുടെ ഹോം മെയ്ഡ് ആണ്, അപ്പൊ ആ ഒരു രീതിയിൽ ഹാൻഡ് മെയ്ഡ് കേരള പിക്കിൾ അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ് മാംഗോ ഇതൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് അത് മലയാളത്തിലും ഹിന്ദിയിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഈ രണ്ട് ലാംഗ്വേജിലും ട്രാൻസ്ലേറ്റ് ആയിട്ട് വരും. ഈ പ്രൈസിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പേജാണ് ഇവിടെ. ഇവിടെ നമുക്ക് കമ്പയർ അറ്റ് പ്രൈസ് എന്നുള്ള ഒരു ഇതുണ്ട്. അതെ, കറക്റ്റ്, ലിനി ജോർജ് പറഞ്ഞത് ശരിയാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ വരുമ്പോഴാണ് സംശയങ്ങൾ വരിക. പക്ഷെ നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് ഓൺലൈനുണ്ട്, കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു സംശയമോ ബുദ്ധിമുട്ടുകളോ ഇതും വരാൻ ചാൻസ് കുറവാണ്. ഉണ്ടെങ്കിൽ ഏത് സമയത്ത് നമ്മളെ വിളിച്ചാൽ നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കമ്പയർ പ്രൈസ്, ഓക്കെ, നമ്മുടെ മാർക്കറ്റിലെ പ്രൈസ് എക്സാമ്പിൾ 250 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 180 ആണ് ഫോർ എക്സാമ്പിൾ. അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, നിങ്ങളുടെ പ്രോഡക്റ്റാണ്. കാരണം ഈ ഗ്രാമോദയുടെ ഹോം മെയ്ഡ് ഈ മാർക്കറ്റ് പ്രൈസ് ഒരിടത്തും ഒരു MRP ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈസ്, നിങ്ങളുടെ ഈ പ്രയത്നത്തിന്റെയും ശുദ്ധമായിട്ടുള്ള ഈ മുളക് പൊടി ഇതിനൊക്കെ ഒരു പ്രത്യേക പ്രൈസോ അതെല്ലാവർക്കും അറിയാം കേട്ടോ. അത് ഇച്ചിരി കൂടിയാലും അത് മേടിച്ച് അത് കൺസ്യൂം ചെയ്യാനുള്ള ആൾക്കാരാണ് നമ്മുടെ ഗ്രാം. ഇപ്പൊ നമുക്കറിയാം മാർക്കറ്റിൽ കിട്ടുന്ന പിക്കിളെല്ലാം ഭയങ്കര കംപ്ലീറ്റ് ആസിഡ് ആണ്, അല്ലെ? എല്ലാവർക്കും അറിയാം, കെമിക്കലും ആസിഡും എല്ലാം ചേർന്ന സാധനമാണ്. പക്ഷെ ഈ പറയുന്ന പോലെ പെട്ടെന്ന് പോയി മേടിച്ച് എങ്ങും കിട്ടാത്തതുകൊണ്ട് അടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ കിട്ടുന്ന ഒരു പിക്കിൾ മേടിച്ച് കൊണ്ടുപോകാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് അവർ നോക്കുമ്പോൾ അവർ അവിടെയും കമ്പയർ ചെയ്യും. ഈ പറയുന്ന പോലെ പ്രൈസ് കമ്പാരിസൺ ആ ഷെൽഫിൽ നിന്ന് ചെയ്യും. അതിപ്പം ഏറ്റവും കുറഞ്ഞ അവർ മേടിക്കുക, അല്ലെങ്കിൽ അറിയാവുന്ന ഒരു ബ്രാൻഡ് മേടിച്ചോണ്ട് പോകും. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ശുദ്ധമായിട്ടുള്ള ഒരു സംഭവം, അതിന് ഒത്തിരി നമ്മൾ ലോ ആയിട്ട് ബാക്കിയുള്ളതിനെക്കാട്ടി കുറച്ച് കാണിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് പറയുന്നത്. ബട്ട് എന്നിരുന്നാലും നമ്മളൊരു പ്രൈസ് കമ്പാരിസൺ കൊടുക്കണം. നമുക്ക് മാർക്കറ്റ് വാല്യൂ എത്രയുണ്ട്, 250 അല്ലെങ്കിൽ 300 റുപ്പീസ് ആണ്, നമ്മളിവിടെ 180 കൊടുക്കും അല്ലെങ്കിൽ 190 കൊടുക്കും. അപ്പൊ ആ ഒരു ഇത് കാണിച്ച് പിന്നെ അതിന്റെ HSN HSC കോഡുണ്ട്, അത് പിന്നെ അതിന്റെ GST റേറ്റ്, ഓരോന്നിനും നമ്മൾ GST റേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി വരും. അത് ഓക്കെ. നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് കാണിക്കണം. പ്രോസസ്സിംഗ് ടൈം, നമുക്ക് ഏറ്റവും ഫാസ്റ്റ് പ്രോസസ്സിംഗ് ടൈം കാണിക്കും. ഒത്തിരി ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ നമുക്ക് കിട്ടത്തില്ല സാധനം, അവർ പിന്നെ ഓർഡർ ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും നമ്മൾ വളരെ നമ്മുടെ എഫിഷ്യൻസിയാണ് നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ എത്ര എഫിഷ്യന്റ് ആണോ അത്രയും സ്മാർട്ടായിട്ട് നമ്മുടെ ബിസിനസ് നമ്മളെ കൂടെ നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഒത്തിരി ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ മതി, ഇപ്പൊ ധൃതിയിൽ അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മളൊരു ബിസിനസ് നടക്കുമ്പോൾ നമ്മുടെ പ്രോംപ്റ്റ്നെസ്, നമ്മുടെ കൃത്യത, ആ ഡിസിപ്ലിൻ ഒക്കെയാണ് നമ്മളെ നല്ല രീതിയിൽ എത്തിക്കുക. അതുകൊണ്ട് പ്രോസസ്സിംഗ് ടൈം വളരെ കുറച്ച് കാണിക്കുക മാക്സിമം. പിന്നെ വരുന്നത് ഈ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്, ഈ പറയുന്ന വെയിറ്റ്, അതിന്റെ ഏകദേശം ഒരു വെയിറ്റ്, അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ നമുക്ക് ഒരു പ്രോഡക്റ്റിന്റെ അറിഞ്ഞിരിക്കണം. അത് കാണിക്കുമ്പോൾ കുപ്പിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു വെയിറ്റ് ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യണം. അതിന്റെ ഹൈറ്റും കാരണം ഈ പാക്കിങ്ങിൽ ഇതൊക്കെ ഉപയോഗപ്പെടുത്തും. അവർക്കും പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു ഐഡിയ കിട്ടും എത്രയാണ് അതിന്റെ സൈസ് എത്രയാണെന്നുള്ള കാര്യം. കാരണം ഇതെല്ലാം ഓൺലൈനല്ലേ. പ്രോഡക്റ്റ് വേരിയൻസ്, ഇവിടെ ഇപ്പൊ നമുക്ക് പല ഗ്രാമേജ് ഉണ്ട്, 200 ഉണ്ട്, 500 ഉണ്ട്, 1 kg ഉണ്ട്, അങ്ങനെ പല വേരിയൻസ് ഉണ്ട്. നമുക്കിപ്പോൾ കസ്റ്റമായിട്ടും ആഡ് ചെയ്യാം. പ്ലസ് കസ്റ്റം എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഈ ഇഷ്ടമുള്ള വെയിറ്റ് നിങ്ങളുടെ എത്രയാണോ ആ വെയിറ്റ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പിന്നെ വരുന്ന ഫ്ലേവർ, നമുക്കിപ്പം പിക്കിളാണെങ്കിൽ ഏത് ഫ്ലേവറാണ്, മാംഗോ, ലെമൺ, ഇത് അവിടെയും നമുക്ക് കസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആഡ് ചെയ്യാൻ പറ്റും. അതല്ല, എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ ഓൾ ക്ലിയർ എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റും, ക്ലിയർ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ വെയിറ്റ്, അതിന്റെ ഫ്ലേവർ, അങ്ങനെ ഇതെല്ലാം നമുക്ക് വേറെ രീതിയിലും ആഡ് ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങൾ 1 kg ഫ്ലേവർ, 2 kg ഫ്ലേവർ, അങ്ങനെ ഓരോ കസ്റ്റം ബേസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ
അങ്ങനെയാണ് ഇത് ആഡ് ചെയ്യുന്നത്. ആ ഓരോ ഫ്ലേവർ എങ്ങനെ ആഡ് ചെയ്യുന്നത് ഇപ്പം മാം കാണിച്ച പോലെ ആ വെയിറ്റും ഫ്ലേവറും നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഇപ്പൊ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഹാഫ് 1 കിലോ മാംഗോ 1 kg മാംഗോ SKU ആ മാംഗോ നമ്മുടെ SKU ഇട്ടു, അതിന്റെ സെല്ലിംഗ് പ്രൈസ് സ്റ്റോക്ക് 10 ഉണ്ട്. അതിന് നമ്മൾ അങ്ങനെ നമ്മൾ ഓരോ ഇത് ഫില്ലപ്പ് ചെയ്ത് പോകുമ്പോൾ ഈ ഡീറ്റെയിൽസും ഇവിടെ അപ്ലോഡായി. പിന്നെ വരുന്ന പ്രോഡക്റ്റ് ഇമേജസ് ആണ് അല്ലെ. സോ ഇപ്പൊ നമ്മൾ ആ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടു, പ്രൈസിങ് ഇട്ടു, എല്ലാ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ആയി അല്ലേ. നമ്മൾ ആ കമ്മീഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു. താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്ത് സ്റ്റോക്കും എല്ലാം ക്ലിയർ ആയി. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സൈറ്റിൽ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഫോൾഡറിൽ നിന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യും അല്ലേ. സോ നമ്മുടെ പ്രൈസ് ഇട്ടു. കമ്പയർഡ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ആണ്, അത് കൂടിയായിരിക്കും. പക്ഷെ നമ്മുടെ പ്രൈസ് ആണ് അത് അവിടെ കാണിക്കുന്നത്. ഈ പ്രൈസ് എന്തിനാ ഇടുന്നതെന്ന് അറിയാമല്ലോ അല്ലേ. അത് കൂടിയ പ്രൈസ് കാണിച്ചിട്ട് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് കാണിച്ചിട്ട് നമ്മുടെ ഒറിജിനൽ പ്രൈസ് കാണിക്കുമ്പോൾ അവിടെ ഒരു സ്ട്രൈക്ക് ഓഫ് വരും. സെല് ചെയ്യുന്ന 250 ആണ്, പക്ഷെ നമ്മൾ 180 കൊടുക്കുന്നത്. Yeah, this is how it will come, and then you can add the variant here. Also, we have 1 kg, so you can add here 1 kg and the mango, and then just click here as select mango and add the variant here. So you can see your variants have been added here. Number of quantity 10, and then നമ്മുടെ സ്റ്റോക്ക് ക്വാണ്ടിറ്റിയും നമ്മുടെ പ്രൈസും എല്ലാം SKU എല്ലാം റെഡിയാണ്. പ്രോഡക്റ്റ് ഇമേജ് ചെയ്യുന്നതാണ്. അവിടെ വന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ആ പ്രോഡക്റ്റ് ഇമേജ് നേരത്തെ ഫോട്ടോ എടുത്ത് വെച്ചത് അവിടെ കാണും, അത് സെലക്ട് ചെയ്യുക. ഒരു പ്രോഡക്റ്റിന്റെ മാക്സിമം 6 ആംഗിൾസ് കാണിക്കാൻ പറ്റും. അത് സൈഡായിരിക്കും, ഈ സൈഡായിരിക്കും, ചിലപ്പം ഇൻഗ്രീഡിയൻസ് എഴുതിയ സൈഡായിരിക്കും, അല്ലെങ്കിൽ ടോപ്പ് സീലിംഗിന്റെ സൈഡായിരിക്കും. അങ്ങനെ നമുക്ക് 6 ഡിഫറെന്റ് ഒരു പ്രോഡക്റ്റിന് 6 ഡിഫറെന്റ് ആംഗിൾസ്. കാരണം ഒരു കസ്റ്റമർ അറിയാമല്ലോ, ഒരു ഷെൽഫിൽ നിന്നെടുത്ത് എല്ലാ ആംഗിളും നോക്കുന്ന അതേ രീതിയിലുള്ള ഒരു ഫീലിംഗ് കിട്ടാം. ഇത് തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്, നത്തിങ് ഡിഫറെന്റ്. ബട്ട് ആ ഒരു ഫീച്ചർ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ആൾക്കാർ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അങ്ങനെ 6 എടുക്കാം. എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് എവറിത്തിങ് ഇത് ഓക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സബ്മിറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഗെറ്റ്സ് അപ്ലോഡഡ് ടു ദ പ്രൊഡക്റ്റ് പേജ്. ആ പ്രൊഡക്റ്റ് പേജിലോട്ട് ഇത് അപ്ലോഡ്. ഈ സെയിം SKU നേരത്തെ നമ്മുടെ ചെയ്ത ഒരു SKU ഓൾറെഡി അവിടെ ഉണ്ട്, അതുകൊണ്ട് അത് കാണിക്കും ഈ SKU ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഇത് മാറ്റി കൊടുക്കണമെന്ന് പറയും. സോ അതൊരു ചെക്ക് സിസ്റ്റമാണ്. അത് നല്ലതാണ്, കാരണം നമ്മളറിയാതെ സെയിം ഇട്ട് കഴിഞ്ഞാൽ അവിടെ ക്ലാഷ് ആകുകയല്ലേ. അപ്പൊ ആ ഒരു SKU ക്ലാഷ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പുതിയൊരു ഇവിടം വരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൺസ് ഈ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്തപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണിത്, കേരള മാംഗോ പിക്കിൾ. ഈ താമരയുടെ പൂട്ടുന്ന ഒരു ജസ്റ്റ് ഒരു ഇത് കൊടുത്തതേ ഉള്ളൂ. അപ്പം അത് ഇട്ട് കഴിയുമ്പം ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. അപ്പൊ നമുക്ക് കാണാം 250 സ്ട്രൈക്ക് ഓഫ് ചെയ്ത് 180 ഇട്ടിരിക്കുന്ന SKU താഴെയുണ്ട്. പിക്കിൾസ് ആൻഡ് ചട്നീസിന്റെ ആ ഒരു കാറ്റഗറിയിലാണ് ഇത് ഇരിക്കുന്നത്, സബ് കാറ്റഗറിയിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് റെഡിയായി. ഇത് ഇനി അണ്ടർ റിവ്യൂ എന്നാണ് കാണിക്കുന്നത്, മനസ്സിലായി? അണ്ടർ റിവ്യൂ എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ ടീം അത് അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് അത് ലൈവ് ആകും. സോ ദ പ്രോഡക്റ്റ് ഇസ് ലൈവ്. സോ ഇറ്റ്സ് വളരെ ഈസിയാണ്. കണ്ടോ, നമുക്കിപ്പം ഒരു പ്രോഡക്റ്റ് എടുത്തു, കാറ്റഗറി എടുത്തു, പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്തു, പ്രൈസ് ഇട്ടു, SKU ഇട്ടു, വെയിറ്റ് എല്ലാം സെലക്ട് ആക്കി, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നിങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങൾ അപ്ലോഡ് ചെയ്തു, നിങ്ങളുടെ നല്ല ഫോട്ടോഗ്രാഫ് അത് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ വരും. ഈ റിവ്യൂ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ പല കാര്യങ്ങളും ശരിയാണോ എന്ന് നോക്കാൻ ഞങ്ങളുടെ സ്റ്റാഫ് ഓരോരുത്തരും ഓരോ പ്രോഡക്റ്റിനും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ലാതെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ തെറ്റിപ്പോയ ഒരു ഫോട്ടോ, ഇപ്പം HR ഒരു താമരയാണെങ്കിൽ ഞങ്ങൾ
ക്യാൻസൽ ചെയ്ത് നമ്മൾ പറയും നിങ്ങൾ റോങ് ഫോട്ടോ ഇട്ടിരിക്കുന്ന കറക്റ്റ് ഫോട്ടോ. അങ്ങനെ ഒരു ചെക്ക് പോയിന്റ് കാണും എല്ലായിടത്തും. ഇത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു റിവ്യൂ കഴിഞ്ഞ് ഒരു സർട്ടൺ ടൈമിനുള്ളിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ലൈവ് ആവും. നിങ്ങളുടെ പ്രോഡക്റ്റ് ലൈവ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇറ്റ്സ് റെഡി ഫോർ കൺസ്യൂമേഴ്സ് ടു ബൈ. ദാറ്റ് ഈസ് വാട്ട് നിങ്ങളുടെ പേജിൽ നിന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ ആ വെണ്ടർ പോർട്ടലിൽ ആ ഡാഷ്ബോർഡിൽ നിന്ന് നിങ്ങൾ ചെയ്തതിന്റെ ഫലം ഈ മെയിൻ പേജ്, ഗ്രാമോദയ എന്ന് പറയുന്ന മെയിൻ പേജ്, ആ പ്രോഡക്റ്റ് കാറ്റഗറി സെലക്ട് ഈസ് ലൈവ് ടു സെൽ. ഇതാണ് ഈ ഒരു പ്രോസസ്സ്. നിങ്ങളുടെ വെണ്ടർ അപ്ലോഡ് ഇതുവരെയുള്ള പ്രോസസ്സ് ഇതാണ്. ഒരു പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ ആൾക്കാര് നിങ്ങളുടെ പ്രോഡക്റ്റ് കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് മേടിക്കാൻ വരുന്നത്. മനസ്സിലായോ? നമ്മുടെ ബ്രാൻഡ് നെയിം ഒന്നും വലിയ ഈ പറയുന്ന പോലെ അത്ര പേരെടുത്ത് ബ്രാൻഡ് ആയിരിക്കുമല്ലോ എല്ലാവരുടെയും. അപ്പൊ അതിനുള്ള മാർക്ക്. അപ്പം ആൾക്കാർ കണ്ട് അത് കൂടുതൽ മനസ്സിലാക്കി ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാണ് നിങ്ങൾ ഈ വരാൻ പോകുന്നത്, അല്ലെ? അപ്പൊ ആ പ്രോഡക്റ്റ് എത്ര ഭംഗിയായിട്ട് ഇടാൻ പറ്റുമോ എന്നുള്ളത് കാണിച്ചു തരും. നമ്മൾ എങ്ങനെയാ സാനിറ്റൈസ് ചെയ്തിടുന്നത്, അതിന്റെ കുറെ കാര്യങ്ങളൂടെ ഉണ്ട്. അപ്പം ഇപ്പം നമ്മൾ ആരും നേരിട്ട് അനുവദിക്കുന്നില്ല. കാരണം ഒത്തിരി ഈ ട്രെയിനിങ് ഒന്നും കഴിയാതെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അതുകൊണ്ട് അനുവദിക്കുന്നില്ല. ഇനിയും നമുക്ക് പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ലോജിസ്റ്റിക്സിനെ പറ്റിയും എങ്ങനെയാണ് പാക്കിങ് ചെയ്യുന്നത്, പാക്കിങ്ങിന്റെ ഡീറ്റെയിൽസും, നിങ്ങളുടെ ഈ ഓർഡർ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കുറെ ലേബിൾസ് എല്ലാം പ്രിന്റ് ചെയ്യണമല്ലോ, എന്തൊക്കെയാണ് വേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ആണ് മനസ്സിലാക്കി തരാൻ പോകുന്നത്. എങ്ങനെയാണ് ഷിപ്മെന്റ്, പിന്നെ ഷിപ്മെന്റ് ട്രാക്കിങ്ങിന്റെ കാര്യം, ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കി തരും. സോ ഇന്നത്തെ സെഷൻ മുഴുവൻ അതാണ്. ഇപ്പം നമുക്കൊരു ഇപ്പൊ വെണ്ടറിൽ നിന്നല്ല, ഒരു കസ്റ്റമർ സൈഡിൽ നിന്ന് പറയാണ്. കസ്റ്റമർ സൈഡ് ആദ്യം പ്രോഡക്റ്റ് നോക്കി, ഇപ്പം ഏതാണ് എടുക്കേണ്ടതെന്ന് നോക്കി, അവരിപ്പം മനസ്സിലായി, ഓക്കെ കേരള മാംഗോ പിക്കിൾ അതെടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, അവർ ഓർഡർ ചെയ്യാം, അല്ലേ? അവർ ഓർഡർ ചെയ്യുമ്പോൾ എന്താണ്, അവർക്ക് ഗ്രാമേജ് ആദ്യം നോക്കും. അവർ ഗ്രാം നോക്കും, ഏതാണ് വേണ്ടത്, 200 ഗ്രാം വേണോ, 500 ഗ്രാം വേണോ. അപ്പൊ 200 വെക്കുമ്പം 150 രൂപ, 500 വെക്കുമ്പം 250 റുപ്പീസ്, റൈറ്റ്? അപ്പൊ ആ വ്യത്യാസം കാണും, പിന്നെ അത് അവർ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യും. ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ പേയ്മെന്റിന് റെഡിയാവും, കാർട്ടിലോട്ട് വരും. പ്രൊസീഡ് ടു ചെക്ക്ഔട്ട്, അതായത് പൈസ കൊടുക്കാൻ റെഡിയായി നിൽക്കുക. അപ്പം ഷോപ്പിംഗ് അഡ്രസ്സ് എടുക്കണം. നമ്മുടെ കൺസ്യൂമർ അല്ലേ, കൺസ്യൂമർ നമ്മൾ വെരിഫൈ ചെയ്ത് ഏത് അഡ്രസ്സിലോട്ട് കൊടുക്കേണ്ടതെന്ന് വെക്കും. ഓക്കെ, ലെറ്റ്സ് സീ ആദ്യത്തെ ഷിപ്പിംഗ് അഡ്രസ്സ് അജയ് GS ചിറ്റൂർ കേരള, അങ്ങോട്ടാണ്. അപ്പൊ പിൻകോഡ് ഉണ്ട് 682027 അപ്പോൾ ആ പിൻകോഡ് വെക്കുമ്പോൾ ഷിപ്പിങ്ങിന്റെ റേറ്റ് ഇവിടെ കാണിക്കും 88 രൂപ. അര ഗ്രാം ഈ മിങ്കോ പിന്നെ 500 രൂപയുടെ എല്ലാം കൂടെ ചേർത്ത് 500 രൂപ വരുന്നത്. ഇതൊരു പിന്നെ ഇതൊരു ഡമ്മി ഇതാണ്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇന്നലെ ഈ പ്രസന്റേഷന് വേണ്ടി കയറ്റിയത്, ശരിക്കുള്ളതല്ല. അപ്പം എന്നാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ അതിന്റെ ഷിപ്പിംഗ് ചാർജും കൂടെ കാണിച്ച് നമ്മൾ അഡ്രസ്സ് കാണിക്കുമ്പോൾ പിൻകോഡ് വെച്ചിട്ടാണ് ഈ റേറ്റ്, ലോജിസ്റ്റിക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഓൾറെഡി കാണിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡെലിവറി ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തു, സ്റ്റാൻഡേർഡ് ഡെലിവറി. അപ്പൊ താഴോട്ട് പോയിട്ട് പേയ്മെന്റ് ചെയ്യാം. ഓക്കെ, സോ യു ഡു ദ പേയ്മെന്റ്. അപ്പൊ കസ്റ്റമർ അവിടെ പോയിട്ട് അത് പേ ചെയ്യും. സോ GST ഇല്ലാത്തവർക്ക് കേരള അഡ്രസ്സ് കാണിക്കുമ്പം ഡെലിവറി കാണിക്കും. ഇനിയും GST ഇല്ലാത്തവർക്ക് അവർക്ക് ഈ കസ്റ്റമർ പ്രൊഡക്റ്റ് അവരുടെ ഇങ്ങോട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഇത് കാണിക്കും, ദിസ് മേക്കർ can't currently ship within Kerala. Please change the delivery address or remove the item. അപ്പം ഇപ്പോൾ കേരളത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വെളിയിൽ ചെയ്യാൻ പറ്റത്തില്ല. Some items can't be ordered. അപ്പം കേരള മാംഗോ this can currently ship only in Kerala. കേരളത്തിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ അവർക്ക് GST ഇല്ലാന്നൊന്നും പറയത്തോന്നില്ല. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. GST ഉണ്ടെങ്കിൽ കേരളത്തിന് വെളിയിൽ പോകും. അതുപോലെയാണ് നമ്മൾ കോഡിങ് ചെയ്തിരിക്കുന്നത്. GST ഇല്ലെങ്കിൽ അത് കേരളത്തിനകത്ത് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അതിനെ അനുവദിക്കൂ. So now I am a customer. I have ordered 500 from Kerala Mango Pickle. I will pay it now. So this is a Taste Mode Razor Pay. So we will come to card. We will give a card number.
സോ ഇതിപ്പോ നമ്മൾ ഓർഡർ ചെയ്യുന്ന പ്രോസസ്സാണ് കാണിച്ചത്. അപ്പൊ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് പേയ്മെന്റ് പോയി, പിന്നെ ആ കാർട്ട് എംപ്റ്റി ആയി. ഇതാണ് ഒരു കസ്റ്റമർ കാണുന്ന ഒരു പേജാണ് കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് അത് നടക്കുന്നത്? കസ്റ്റമർ കൺസ്യൂമർ അത് മേടിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അത് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കാണിക്കും എത്രയാ. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്, ഒരു പുതിയ ഓർഡർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർഡർ ക്യാൻസൽ ചെയ്തു, പുതിയ ഓർഡർ റിസീവ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. സോ ഇവിടുത്തെ ഓർഡറിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ആ ചെയ്യുന്ന ഓർഡർ എത്രയാണെന്നുള്ളത് ഇവിടെ നമുക്ക് ഓരോന്നും കാണിക്കും. ആ കാണിക്കുന്നതാണ് നമ്മളത് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ മെൻഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഓർഡർ ഇവിടെ വരുന്ന പൈസ എല്ലാം ഇവിടെ മെൻഷൻ ചെയ്യും. അല്ല, ഇവിടുന്ന് കസ്റ്റമറിന്റെ പൈസ മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇവിടെ പെൻഡിങ് എത്രയാണ്, ആക്റ്റീവ് എത്രയാണ്, ഷിഫ്റ്റ് എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യും. ഇതിപ്പം നമ്മൾ നോക്കിയിട്ട് അതിന്റെ എല്ലാം എല്ലാത്തിന്റെയും ലോജിസ്റ്റിക്സും എല്ലാം നോക്കിയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, വെണ്ടർ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ എന്ന് അതെല്ലാം നമ്മൾ റിജക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം റിജക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്, നമ്മളിപ്പോ ബിസിനസ്സിലേക്ക് റിജക്ട്. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഓർഡർ വാല്യൂ, ഷിപ്മെന്റ് ടു കവർ, അതിന്റെ ഷിപ്മെന്റ് റേറ്റ് എത്രയാണ്, നമ്മുടെ കമ്മീഷൻ എത്രയാണ്, നിങ്ങളുടെ ഏർണിംഗ് എത്രയാണ്, ആ രീതിയെല്ലാം അവിടെ കാണിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അത് മാർക്ക് റെഡി ഫോർ ഷിപ്പ് എന്നുള്ള അത് ക്ലിക്കാണ് ചെയ്യുന്നത്. അതായത് ഷിപ്മെന്റ് റെഡിയാക്കാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് റെഡിയാ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത എന്നാന്നുള്ളത് പറഞ്ഞു തരും. നമ്മളവിടെ ഈ ഷിപ്മെന്റ് നമ്മുടെ ഇത് റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഷെഡ്യൂൾ ചെയ്യാം. ഈ സമയത്താണ്, എപ്പോഴാണ് നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുക. നമ്മൾ ആ പ്രൊസീഡ് ടു ഷിപ്പ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങൾ എന്നാണ്, ഇവിടെ ഒരു ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് വരും. കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം കേരള മാംഗോ പിക്കിൾ ഉണ്ട്, ഏറ്റവും മേളിൽ കസ്റ്റമർ ഡീറ്റെയിൽസ് ഉണ്ട്, അതിന്റെ താഴെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ട്, ആ പേയ്മെന്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഷിപ്പിംഗ് ആൻഡ് ഡോക്യുമെന്റ്സ്, അതായത് ആദ്യം വരുന്നത് അക്സെപ്റ്റഡ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. നൗ റെഡി ടു ഷിപ്പ്. അപ്പൊ റെഡി ടു ഷിപ്പ് അത് ചെയ്ത് കഴിഞ്ഞാൽ, റെഡി ടു ഷിപ്പ് എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ആരും ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇത് നമ്മുടെ ഈ കസ്റ്റമറിന്റെ എന്താണ് ഓർഡർ ചെയ്തത്, കസ്റ്റമറുടെ അഡ്രസ് എന്നാ, നമ്മുടെ അഡ്രസ് എന്നാ, ഈ ബേസ്ഡ് ഓൺ ദാറ്റ് എല്ലാ ഡോക്യുമെന്റ്സും ഓട്ടോമാറ്റിക് ആയിട്ട്, ദിസ് ഇസ് കോൾഡ് ഓട്ടോമേറ്റഡ് ആണ്. ഇത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് AI ഓട്ടോമേറ്റഡ് സൈറ്റ് ആണ്. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതുവോ ഇൻവോയ്സ് ചെയ്തോ ഒന്നും വേണ്ട. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എല്ലാം റെഡിയായി. നിങ്ങളുടെ ഷിപ്പിംഗ് ലേബൽ റെഡിയായി, നിങ്ങളുടെ ഇൻവോയ്സ് റെഡിയായി, പിന്നെ നിങ്ങൾക്കുള്ള മാനിഫെസ്റ്റ് എന്നുള്ള 3 കാര്യങ്ങളാണ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അപ്പൊ എങ്ങനെയാ വരുന്നത്, നിങ്ങളുടെ ഏർണിംഗ് ബാക്ക് എല്ലാം കാണിച്ചു. ഇതാണ് ഈ 3 ഡോക്യുമെന്റ്സിന്റെയും ഡൗൺലോഡഡ് ഈ കോപ്പി. ഒന്ന് ഷിപ്പിംഗ് ലേബൽ, ടാക്സ് ഇൻവോയ്സ് നമ്മൾ ബോക്സിനകത്ത് മടക്കി ഒരു ചെറിയ എൻവലപ്പിനകത്ത് വല്ലതും വെച്ച് കൊടുക്കുക. ഇത് അതിന്റെ ഇൻവോയ്സ് ആണ്, കസ്റ്റമറിന്റെ ഇൻവോയ്സ് ആണ്. ഓക്കെ, പിന്നെയുള്ളത് ഷിപ്പിംഗ് ലേബൽ എന്നുള്ളത് ഈ നമ്മള് ബോക്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ മേളിൽ ഒട്ടിക്കുന്നതാണ് ഷിപ്പിംഗ് ലേബൽ. അതായത് നമ്മുടെ കൊറിയർ പാർട്ട്ണറിന് എടുത്തോണ്ട് പോകണമെങ്കിൽ അവർക്ക് റെഫർ ചെയ്യുന്ന അവരുടെ ബാർകോഡും കാര്യങ്ങളൊക്കെ ആണ്. ആർക്ക് പോകുന്നു, എങ്ങോട്ട് പോകുന്നു, സേഫ് ആണോ, എന്തൊക്കെയാണ് അതിന്റെ ഒരു ഷിപ്പിംഗ് ലേബൽ. ഈ ഷിപ്പിംഗ് ലേബൽ വെച്ചാണ് നമ്മുടെ ഡെലിവറി പാർട്ട്നേഴ്സ് ഇവിടെ നിങ്ങളുടെ വരുന്ന ബോക്സ് മൂവ് ചെയ്ത് കസ്റ്റമറിനെ എത്തിക്കുന്നത്. അത് അവർ പല രീതിക്കും, അവർക്ക് പല ഹബ്ബ് കാണും. ഫ്ലൈറ്റിലായിരിക്കും, ട്രക്കിലായിരിക്കും, ബൈക്കിലായിരിക്കും, ഓട്ടോയിലായിരിക്കും, ഡസൻ മാറ്റർ. അതൊന്നും ഒരു പ്രശ്നമല്ല. സേഫ് ആയിട്ട് കസ്റ്റമറിന്റെ അരികെ ചെല്ലും. അതിനു വേണ്ടിയുള്ളതാണ് ഈ ഷിപ്പിംഗ് ലേബൽ. അത് ബോക്സിന് മേളിൽ ഒട്ടിക്കുക, ഇൻവോയ്സ് മടക്കി ബോക്സിന് അകത്ത് വെക്കുക. മാനിഫെസ്റ്റ്, ഈ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ്, നമ്മുടെ കടയിൽ നിന്നൊരു സാധനം ബോക്സ് ഒരാൾ വന്ന് എടുത്തോണ്ട് പോവുക, ഡെലിവറി, അതിനൊരു പ്രൂഫ് വേണ്ടേ? ആ പ്രൂഫിനാണ് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞത്. ആ പ്രൂഫ് റെഡിയാക്കി വെക്കുക. ഡെലിവറി പാർട്ട്ണർ വരുമ്പോൾ പുള്ളി ഇതിലെല്ലാം ഇതിനകത്ത് എല്ലാം ഇൻഫർമേഷൻസ് പ്രിന്റഡ് ആണ്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളൊന്നും എഴുതാൻ വേണ്ട, നിങ്ങളൊന്നും ടൈപ്പ് ചെയ്യാൻ വേണ്ട. എല്ലാ സംഭവവും ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൻ്റെ അകത്ത് പ്രിന്റ് ചെയ്ത് കയറും. ഓരോ കസ്റ്റമർ, ഏതൊക്കെ കസ്റ്റമർ അവർക്കൊക്കെ കയറും. ഇത് നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, അവിടെ ചെന്ന് നിങ്ങൾ സൈൻ ചെയ്യുക. ഈ മാനിഫെസ്റ്റ് ഡെലിവറി ബോയ് വരുമ്പോൾ പുള്ളിയെ കൊണ്ട് അത് സൈൻ ചെയ്യിപ്പിച്ച് ഒരു റെക്കോർഡായിട്ട് നിങ്ങൾ വെക്കുക. ഇത് മാത്രമേ ഇതിന്റെ ഡിജിറ്റൽ കോപ്പി അവരുടെ ഉണ്ടാവും. നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയായി കൊടുത്തു കഴിഞ്ഞാൽ
ഈ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് പ്രിന്റ് എല്ലാം റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷിപ്പിംഗ് ഓർഡർ റെഡിയാവും. ഇത് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കാണിക്കും. നമ്മുടെ ഇപ്പം ഒരു ഷിപ്മെന്റ് റെഡിയാക്കാനായിട്ടുള്ള പ്രോസസ്സ് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഡെലിവറി അഡ്രസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ഷിപ്മെന്റ് അല്ലേ. ഇതാണ് 3 ടൈപ്പ് ഓഫ് ബോക്സസ്, 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോക്സസ്, ലാർജ്, മീഡിയം, സ്മോൾ. അപ്പൊ നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടും വളരെ സേഫ് ആയിട്ടും വളരെ 5 പ്ലൈ, വലുതിന് 5 പ്ലൈ, ചെറുതിനും മീഡിയത്തിനും 3 പ്ലൈ, ഏറ്റവും ചെറുതിനും 3 പ്ലൈ ആകുമ്പോഴേക്ക് വളരെ സ്റ്റേഡി ആയിട്ടുള്ള നല്ല ബോക്സ് ആണ്. ഈ ലാർജ് ബോക്സിൽ 10, 20, 25 കിലോ വരെ സാധനങ്ങൾ കയറും. ഇപ്പം കോക്കനട്ട് ഓയിലോ അങ്ങനെ കുറെ സാധനങ്ങൾ വെക്കണമെങ്കിൽ അത് ചേരും. മീഡിയം ബോക്സിൽ വേണ്ട നിയർലി 10 kgs ഒക്കെ കയറും. സ്മോൾ ബോക്സിൽ അപ്പ് ടു 5 kgs, 3 to 5 kgs വരും. അപ്പൊ അങ്ങനത്തെ ഒരു ബോക്സ് ആണിത്, പല ഇതിൽ വെച്ചിട്ടുള്ള. ഈ 3 ടൈപ്പ് ബോക്സ് ആണ് ഞങ്ങൾ ഇപ്പോൾ ഇറക്കുന്നത്. ഞങ്ങൾ ഇനി നോക്കും എങ്ങനെയാണ് ഇത് പോകുന്നതനുസരിച്ച് വിൽ ഓൾസോ മോഡിഫൈ അക്കോർഡിംഗ് ടു ദി റിക്വയർമെന്റ്. ഈ 3 ടൈപ്പ് ഓഫ് ബോക്സസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ബോക്സസ് നമ്മുടെ സ്റ്റോറിൽ കാണും. നിങ്ങൾക്ക് ആവശ്യമുള്ള ബോക്സ് നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ബോക്സിലായിരിക്കണം എല്ലാവരും നിങ്ങളുടെ സാധനങ്ങൾ വിടുന്നത്. കാരണം നമ്മൾ ഗ്രാമോദയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോകുമ്പോഴത്തേക്കും സ്റ്റാൻഡേർഡ് ഇത് കാണണം, സേഫ്റ്റി ഉണ്ടാകണം. നമ്മളാണ് അതിന്റെ ഉത്തരവാദി. ഈ ഷിപ്മെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ നമ്മുടെ ഷിപ്മെന്റ് കമ്പനിയായിട്ട് നമ്മുടെ എവിടെയെങ്കിലും പൊട്ടിയോ ഡാമേജ് വരുവാണെങ്കിൽ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അതിന് എന്തെങ്കിലും പൊട്ടുവോ ഇരിക്കുകയാണെങ്കിൽ അതിനുള്ള ഈ റീഎംബേഴ്സ്മെന്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈ ബോക്സിലായിരിക്കണം. ഈ ബോക്സ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ നാളെ കഴിഞ്ഞ് റെഡി ആവും ഓർഡർ ചെയ്യാനായിട്ട്. അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു 2, 3, 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന ഓർഡർ ഈ ഒരു ബോക്സിനകത്ത് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഷിപ്മെന്റ് ഇതിന്റെ ഓർഡർ ക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടെ ഒരു കാര്യം എനിക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഇത് നമ്മൾ ഓരോ റീജിയൻ അനുസരിച്ച്, ഇപ്പം ഹില്ലി ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ റിമോട്ട് ഒത്തിരി ഡെസേർട്ടഡ് ഏരിയ ആയിരിക്കും. അങ്ങനെയൊക്കെ സ്ഥലത്ത് എല്ലാ ലോജിസ്റ്റിക്സ് കമ്പനിക്കും വർക്ക് ചെയ്തില്ല. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന എങ്ങനെയാണ്, ഓരോ റീജിയനും ഓരോ എക്സ്പേർട്സ് ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കിയാൽ മതി, ഏറ്റവും കുറഞ്ഞ റേറ്റ് എടുക്കുക. അതായിരിക്കും നിങ്ങൾക്കും കസ്റ്റമേഴ്സിനും നല്ലത്. അത് കസ്റ്റമേഴ്സ് എപ്പോഴും ഏറ്റവും കുറഞ്ഞ റേറ്റിലായിരിക്കും അവർക്ക് വേണ്ടി. അതുകൊണ്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു കുറഞ്ഞ റേറ്റ് ആണ് എപ്പോഴും ഇട്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രൈസിങ്ങിൽ. കാരണം നമുക്ക് ഒരിക്കലും കൂടുതൽ ഇടാൻ പറ്റത്തില്ല. അപ്പം മേ ബി ഈ പറയുന്ന വെരി എക്സ്പെൻസീവ് ആയിട്ട് ഒരു വലിയ ഫ്രജൈലായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ അതിന് സ്പെഷ്യൽ ഷിപ്മെന്റ് ഉണ്ടാവും. അതിന് മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ നോർമൽ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ലോവസ്റ്റ് പോസിബിൾ റേറ്റ് യു ഓൾവേസ് ഹാവ് ടു. ആ ഒരു ചെറിയ റേറ്റ്, ഏറ്റവും കുറഞ്ഞ റേറ്റ് ഡെലിവറി ബൈ എയർ ഓർ എക്സ്പ്രസിന്റെ എയർ കാണും, അല്ലെങ്കിൽ ഡെലിവറി സർഫസ് കാണും. വലിയ വ്യത്യാസം 72 എടുത്തിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് എടുക്കാവുള്ളൂ. അതാണ് ഞങ്ങളുടെ ഒരു സജഷൻ. കൂടിയ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് കസ്റ്റമേഴ്സിന് പേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത് പിന്നെ തിരിച്ച് അവരേക്ക് ഒരു പേയ്മെന്റ് കൂടുതലാണെന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും കുറഞ്ഞ രീതിയിലായിട്ട് വെച്ചിട്ട് അത് എപ്പോഴും ലോവസ്റ്റ് റേറ്റ് എടുത്ത് എപ്പോഴും നിങ്ങൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാം. ഷിപ്മെന്റ് സെലക്ട് ചെയ്യാണ്. ആ ഏറ്റവും കുറഞ്ഞ റേറ്റ് സെലക്ട് ചെയ്തു, നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഷിപ്മെന്റ്. അപ്പോൾ ഷിപ്മെന്റ് ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ കാണിക്കും ഷിപ്മെന്റ് ക്രിയേറ്റഡ് സക്സസ്ഫുൾ. ഡൗൺലോഡ് ഷിപ്പിംഗ് ലേബൽ, അവിടെ അത് കഴിഞ്ഞ് ഷിപ്പിംഗ് ലേബിൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, സോ അത് ഡൗൺലോഡ് ചെയ്യും. അപ്പം അതാണ് നമ്മുടെ ബോക്സിന്റെ മേളിൽ നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ബോക്സിന്റെ മേലിൽ ഒട്ടിക്കുന്നതാണ് ഷിപ്പിംഗ് ലേബൽ. ഓക്കെ, പുതിയതായിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യും. ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ അഡ്രസ്സ് വെണ്ടറിന്റെ നമ്മൾ വിളിച്ചു ചോദിച്ചിട്ട് വെരിഫൈ ചെയ്ത് അപ്പോഴാണ് അത് കഴിഞ്ഞ് ഷിപ്മെന്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എത്ര ദിവസം കൊണ്ടാണ് വരുന്നത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യണം. അത് കഴിഞ്ഞായിരിക്കും ഇത് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ ഇതെല്ലാം ഷിപ്മെന്റ് റെഡിയാക്കിയിട്ട് നമ്മൾ ആ ഡേറ്റ് എന്നാണ് വന്ന് കളക്ട് ചെയ്യേണ്ടതെന്നുള്ള മെൻഷൻ ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷിപ്മെന്റ് ഇസ് റെഡി ടു കളക്ട്. ഇത് പാക്കിങ്ങിന്റെ ഒരു ഇതാണ്. സോ ബേസിക്കലി നമ്മൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം പാക്ക് ചെയ്യുന്നത്. നമ്മുടെ എസ്പെഷ്യലി പിക്കിൾ, ഓയിൽ, ഇതൊക്കെ സ്പില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സ്പില്ല് ചെയ്ത് ഡാമേജ് ആയിട്ട് കസ്റ്റമർക്ക് ചിലപ്പോൾ കസ്റ്റമർ വരെ എനിക്ക് വേണ്ട റിട്ടേൺ ചെയ്യുന്നുള്ള ഒരു ഇഷ്യൂ വരും. ആ റിട്ടേൺ ഒഴിവാക്കാനായിട്ട് എപ്പോഴും നമ്മൾ കൊടുത്തുകൊടുക്കും. നമ്മളെല്ലാവരും ഇത്രയും ബുദ്ധിമുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഒരു ബബിൾ റാപ്പ് ചെയ്യുക.
ബബിൾ റാപ്പ് കഴിഞ്ഞ് ഒരു പേപ്പർ എടുത്ത് നല്ലൊരു വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ പേപ്പർ എടുത്ത് നീറ്റായിട്ട് പൊതിഞ്ഞ് ബോക്സിനകത്ത് വെക്കുക, ചെറിയ കാർട്ടണിനകത്ത് വെക്കുക. ഇതിപ്പോ എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. ആ കാർട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഈ പേപ്പർ വെക്കുക, അതിന്റെ സൈഡിൽ അത് സ്പില്ലാകാതിരിക്കാനും അല്ലെങ്കിൽ ചെറിഞ്ഞു മറിഞ്ഞു പോകാതിരിക്കാനും. അത് കഴിഞ്ഞ് മൂടി വെച്ചിട്ട് ഒരു ടേപ്പ് വെക്കുക. ഗ്രാമോദയയുടെ ബ്രാൻഡഡ് ടേപ്പ് നിങ്ങളിലേക്ക് വരും സൂൾ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഒരു ഇതുപോലത്തെ ടേപ്പ് വെച്ച് ചെയ്യുക. ബോക്സസ് വരും, ബോക്സസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ മേളിലാണ് ഈ പറയുന്ന ഷിപ്പിംഗ് ലേബൽ ഒട്ടിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഷിപ്പിംഗ് ലേബൽ ഒട്ടിക്കുന്ന രീതി, ആ ഒരു പ്രോഡക്റ്റ് പൊതിഞ്ഞ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ലേബൽ ഒട്ടിക്കുന്ന രീതി കാണിക്കുന്നുണ്ട്. അതിന്റെ മേളിലാണ് ഷിപ്പിംഗ് ലേബൽ വരുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എപ്പോഴും കരുതുക. ഇതുപോലെ ആയിരിക്കണം ഗ്രാമോദയയുടെ എല്ലാ പ്രോഡക്റ്റും പാക്ക് ചെയ്ത് സേഫ് ആയിട്ട് ബോക്സിൽ വെക്കേണ്ടത്. സേഫ് ആയിട്ട് സീൽ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ മേളിലാണ് ഷിപ്പിംഗ് ലേബൽ ഒട്ടിക്കേണ്ടത്. അത് പശ വെച്ച് ഒട്ടിക്കാൻ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ ഉപയോഗിക്കാൻ ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് നോർമൽ പേപ്പറിൽ പ്രിന്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അത് ഇതിന്റെ മേളിൽ ഒട്ടിക്കുക. പാക്കിംഗ് കഴിഞ്ഞിട്ട് ദെൻ നിങ്ങളുടെ ഡെലിവറി പാർട്ട്ണർ വന്ന് നിങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് കളക്ട് ചെയ്തുകൊണ്ട് പോകും. ഇതാണ് ഈ ഷിപ്പിങ്ങിന്റെ ഒരു പ്രോസസ്. ഓരോ പ്രോഡക്റ്റിനും ഓരോ മാനിഫെസ്റ്റോ ആണ്, മനസ്സിലായോ? 5 ഡിഫറെന്റ് ഒക്കെ നമ്മളിപ്പം ബൾക്കായിട്ട് കൊടുത്താൽ ഒരേ സ്ഥലത്താണെങ്കിൽ പോകുമ്പോഴല്ലേ അതിന്. ഇപ്പൊ നമ്മളിപ്പോ ഒരു അഡ്രസ് എഴുത്തയച്ചാൽ 5, 10 ലെറ്റർ ഇട്ടാലും 10 അഡ്രസ് അല്ലേ. അപ്പൊ 10 അഡ്രസ്സിലൂടെ സ്റ്റാമ്പ് ഒട്ടിക്കണ്ടേ എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. നമ്മൾ ഇവിടുന്ന് നമ്മുടെ ലോഗിൻ പേജ് ആണ്, വെണ്ടർ ലോഗിൻ പേജ്. ഈ ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ് ഇട്ട് ലോഗിൻ ചെയ്ത് കയറുക. ഇവിടെയാണ് നമ്മുടെ പ്രോഡക്റ്റ് മാനേജ്മെന്റ്. ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ഈ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഏറ്റവും മുകളിൽ അവിടെ ഒരു ഗ്രീൻ ആരോ ഇട്ടിരിക്കുന്നത് കാണാം. ഒരു ആഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രീൻ ആരോ ഇട്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ പിക്ചേഴ്സ് എന്താണോ അത് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൈസിങ് ഡീറ്റെയിൽസ് കൊണ്ടിട്ട് പോകുന്നത്. നെക്സ്റ്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇടുന്നത് അല്ലേ. സോ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ പ്രോഡക്റ്റ്, ആഡ് എ ന്യൂ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ട് അതിന്റെ പേര് ഇംഗ്ലീഷ് എഴുതുക. അത് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ AI അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മലയാളത്തിലും വരും. ഓക്കെ, അത് കഴിഞ്ഞ് SKU, ഇന്നലെയും പറഞ്ഞതാണ് നമ്മൾ ഈ കാര്യം, പക്ഷെ ഒന്നുകൂടെ ഇന്നലെ കേൾക്കാൻ വേണ്ടാത്തതിന് വേണ്ടി ഒന്നുകൂടെ പറയാണ്. SKU ഒരു പറയാ, ഇപ്പം കേരള മാംഗോ പിക്കിൽ നിന്നാണ് KMP ഉള്ള ഇട്ടിട്ട് അതിന്റെ SKU നമ്പർ 001 ഓർ whatever ഒരു SKU നമ്പർ. സോ ആ ഒരു ആൽഫ ന്യൂമറിക്കൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു കോഡ്. ആ കോഡാണ്, ആ ഒരു നമ്പറാണ് നമ്മളെ എല്ലാത്തിനും ട്രാക്ക് ചെയ്ത് എത്ര എണ്ണം വിറ്റു, എത്ര എണ്ണം ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും. കാറ്റഗറിയും സബ് കാറ്റഗറിയും അത് എല്ലാം സെലക്ട് ചെയ്യുക. അപ്പം നമ്മളൊരു പേരിട്ടു, അപ്പം കൃഷ്ണ ഗരം മസാല നമ്മൾ KMG 001, അത് മലയാളത്തിലും ഇവിടെ വരും. പിന്നെ നമ്മളതൊരു കാറ്റഗറി പോകുമ്പോൾ ഓർഗാനിക് നാച്ചുറൽ ഫുഡ് പ്രോഡക്ട്സ് എന്ന് ഇട്ടു. സബ് കാറ്റഗറി വരുമ്പോഴത്തേക്ക് അതിന് പിക്കിൾ എന്നായി, ദാറ്റ് ഈസ് സ്പൈസസ് ആൻഡ് മസാല. ഒരു നല്ല ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. കാരണം നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന എന്തുമാത്രം ഡീറ്റെയിൽസ് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് കഴിവതും ഓരോ പ്രോഡക്റ്റിന്റെ മാക്സിമം ഡീറ്റെയിൽസ്, അത് ഹോം മെയ്ഡ് ആണ്, കെമിക്കൽ ഫ്രീ ആണ്, ഹാൻഡ് മെയ്ഡ് ആണ്, പ്യുവർ ആണ്, അങ്ങനെ പല കാര്യങ്ങളും എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് നടന്നത്, കഴുകി ഉണക്കി പൊടിപ്പിച്ച മുളക് പൊടി അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വളരെ, അത് ഏത് മുളകാണ് ഇവിടുത്തെ മുളകാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അത്ര നല്ല കാര്യം. അപ്പൊ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആയിരിക്കും കൂടുതൽ കൺസ്യൂമർ. ഇപ്പൊ ഇന്നത്തെ കൺസ്യൂമർ എല്ലാം വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അവരെല്ലാ കാര്യങ്ങളും നോക്കും. എവിടുന്ന് കൊണ്ടുവന്ന മുളകാണ്, എവിടുത്തെയാണ്, ഏത് ടൈപ്പാണ്, അത് കഴുകിയതാണോ ഉണക്കിയതാണോ. അപ്പൊ അതൊക്കെ ഒരു വിശ്വാസം കൂട്ടുന്ന ഒരു 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 മെൻഷനിങ് ആണ്. അത് വളരെ ഒരു മടിയും കൂടാതെ എഴുതിക്കോളാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റിനെ പറ്റി നന്നായിട്ട് എഴുതുക. ആ ഒരു എഴുത്തിലാണ് ആൾക്കാർക്ക് വിശ്വാസം വരുന്നത്, കൺസ്യൂമേഴ്സിന്. അപ്പം അത് വായിച്ച് നോക്കുമ്പോൾ അവർ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ AI കൺവേർഷൻ ഉണ്ട്. ഹിന്ദിയിലോട്ടും മലയാളത്തിലോട്ടും ഓൾറെഡി തർജ്ജമ ചെയ്തോ, ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇത് ചെയ്യും നമ്മൾ അവിടെ ഇംഗ്ലീഷിൽ. അപ്പൊ അത് ആ മലയാളം അറിയാവുന്നവർക്ക് വായിക്കാം, ഹിന്ദി അറിയാവുന്നവർക്കും വായിക്കാം. ആ സൈറ്റിൽ ഒരു സ്റ്റാർ റൗണ്ട് ചെയ്തിട്ടുണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇംഗ്ലീഷിൽ എഴുതി ആ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കംപ്ലീറ്റ് ഈ ഓട്ടോമേറ്റഡ് സൈറ്റ് അത് ഓട്ടോമാറ്റിക്കലി അത് ഇംഗ്ലീഷ് ഹിന്ദിയിലെ മലയാളത്തിലോട്ടാക്കി. ഈ ടാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതുന്ന ടാഗാണ് നമ്മുടെ ഓരോ വെബ്സൈറ്റിൽ സെർച്ച് വരുമ്പോഴത്തേക്കും. ഇപ്പം ഇവിടെ എഴുതി ഓക്കെ ഗരം മസാല,
ഗരം മസാല നമ്മളിപ്പോൾ ഗൂഗിളിൽ പോയിട്ട് ആരെങ്കിലും എഴുതുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ ടാഗിൽ എഴുതിയതുകൊണ്ടാണ് ഇത് കണക്റ്റഡ് ആയിട്ട് നമ്മുടെ സൈറ്റ് പോപ്പപ്പ് ആവും അവിടെ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നിങ്ങളുടെ ഈ പോർട്ടല് അവിടെ കൂടുതൽ ആൾക്കാർക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇനിയും പ്രൈസിങ് ആഡ് ചെയ്യുമ്പോൾ, അപ്പൊ നമ്മൾ പ്രൈസിങ് ആഡ് ചെയ്യുമ്പം ഇന്നലെ പറഞ്ഞു കമ്പയർ ദ പ്രൈസ് എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഒരു കുപ്പി അച്ചാറ് അതിന് 180 രൂപ അല്ലെങ്കിൽ 150 രൂപ ഫോർ എക്സാമ്പിൾ, 200 രൂപ അങ്ങനെ ചാർജ്. അതാണ് അതിന്റെ റേറ്റ്. നിങ്ങളുടെ കമ്മീഷനും എല്ലാം കൂട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസാണ് അത്. അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു പ്രൈസ് ആയിരിക്കാം. അല്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രൈസ് ആഡ് ചെയ്തിട്ട് വേണം ഇടാൻ. ഇപ്പൊ 200 രൂപ എന്ന് വെച്ചോ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്പറേ 300 350 രൂപ എന്ന് ഇടാം. അതായിരിക്കും അതിന്റെ ശരിക്കുള്ള മാർക്കറ്റ് വാല്യൂ. അതുപോലുള്ള ബാക്കിയുള്ളതിന് ആ 300 350 രൂപ ഇവിടെ കമ്പയർ ഇട്ടിട്ട് നിങ്ങളുടെ പ്രൈസ് മറ്റൊരിടത്ത് നിന്നുമ്പം ഒറിജിനൽ പ്രൈസ് എഴുതുക, അതിന്റെ അപ്പുറം നിങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എഴുതുക. അങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മൾ പ്രൈസ് എഴുതുന്നതിന്റെ ഓട്ടോമാറ്റിക്കലി GST കാൽക്കുലേറ്റ് ചെയ്യും. HSN SSC ആണെങ്കിൽ അതനുസരിച്ച് അത് കാണിക്കും. നമ്മളിപ്പോൾ ഇടുന്ന പ്രൈസ് ഏത് ടെറിട്ടറിയിൽ നിന്നാണോ എങ്ങോട്ടാണോ അതിനനുസരിച്ചുള്ള GST എല്ലാം ഇവിടെ കാണിക്കും. കമ്പയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞാൽ 250 രൂപ ആയിരിക്കും. അത് സ്ട്രൈക്ക് ഓഫ് ചെയ്യും കാണിക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് റേറ്റ് കാണിക്കും. അങ്ങനെ GST റേറ്റ് എല്ലാം കാണിക്കും. ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്വാണ്ടിറ്റിയും ഇതെല്ലാം മെൻഷൻ ചെയ്യാം. ഡയമെൻഷൻസ് ഏത് ബോക്സ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡയമെൻഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഇത് വരും. പ്രോഡക്റ്റ് വേരിയൻസ് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ട് നമ്മുടെ പ്രൈസിങ് എല്ലാം റെഡിയാക്കുക. ഈ പ്രോസസ്സിംഗ് ടൈം എന്നുള്ള കാര്യം നമ്മളത് മെൻഷൻ ചെയ്യണം. സോ ആ പ്രോസസ്സിംഗ് ടൈം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. പക്ഷെ ഞാൻ എല്ലാവരും പറയുന്ന പോലെ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ എത്രയും ഒരു പെട്ടെന്നുള്ള പ്രോസസ്സിംഗ് ടൈം തരിക. അത് എപ്പോഴും ആൾക്കാരുടെ വിശ്വാസം കൂട്ടാനൊക്കെയാണ് ഉപകരിക്കുന്നത്. So then come the variant part. Variant part is something, the number of variant you have of your product. If you are having 250 grams of packet, 500 grams of packet, 100 kg packet, or also if you are selling oil, you may have can, or if you may have pouch, you may have bottle. All the three variants you can add here. This is custom made. If you can add how much variant types of things you are having. If you are selling masala, you are selling whole masala or powder masala or crushed masala, or a part of that you have something crushed one, means custom one like powder, crushed, whole, something mixed you are doing, that also you can add. This is the product variant which is in your hand. What type of products you are having. You're having bottle or pouch or crush or whatever. This is totally in your hand. This is your product. You can add the variants according to you. ഇപ്പം നിങ്ങളിത് ചെയ്ത് കഴിയുമ്പം അതിന്റെ വെയിറ്റ് എത്ര കിലോ ആണ്, ഗ്രാം ആണ്. നമ്മളൊരു 150 ഇട്ടുന്നുണ്ടെങ്കിലുള്ളൂ. പക്ഷെ അത് നിങ്ങൾ കഴിവതും ഈ 150 ഇടല്ല, 200 250 മേളിൽ ഇടാവുള്ളൂ. എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ബിസിനസ് കിട്ടും. കാരണം അല്ലെങ്കിൽ ഈ 150 ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ പോകും. ആൾക്കാർ നമ്മൾ ഓപ്ഷൻ കൊടുക്കാതിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കൂടുതൽ വരും. നമ്മളാണല്ലോ സ്വിഗ്ഗിയിൽ നമ്മളൊക്കെ എത്ര പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. ചിലപ്പം വെളിച്ചെണ്ണ 1/2 ലിറ്റർ വെളിച്ചെണ്ണ മതിയായിരിക്കും നമുക്ക്. പക്ഷെ അവിടെ 1/2 ലിറ്റർ കിട്ടത്തില്ല, 1 ലിറ്ററേ ഉള്ളൂ. കിട്ടാതെ നമ്മുടെ അതിനകത്ത് കുത്തും. കാരണം അത് പിന്നെ പോയി ആരും കടയിൽ നിന്ന് മേടിക്കാൻ. നമ്മുടെ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാമോദയ വരുന്ന പ്രോഡക്റ്റ് ഒക്കെ വളരെ പ്യുവറാണ്, വളരെ യുണീക്കാണ്. എല്ലാ കടകളിലും കിട്ടത്തില്ല, നമ്മുടെ മാത്രമേ ഉള്ളൂ. അതിനെന്തിനാ 50 100 എടുത്ത് കാണിക്കുന്നത്? അപ്പൊ അങ്ങനെ കാണിക്കാതിരിക്കുക. സ്റ്റാർട്ടിങ് ഫ്രം 200 grams, ഓക്കെ, അല്ലെങ്കിൽ 250 grams, പിന്നെ 500. ഈ 250 gram കാണിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ തുടങ്ങുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി 200 or 250 grams യു ക്യാൻ ഷോ. പിന്നെ ബാക്കി അതിന് മേളിലോട്ടുള്ള ഈ ചെറിയ 50 100 gram കാണിക്കൽ, അത് നിങ്ങൾക്ക് തന്നെ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം ഈ 50 gram 100 gram ഷിപ്പ് ചെയ്യുന്നതിന് തന്നെ അതിന്റെ അതേ കോസ്റ്റ് ആവും. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കസ്റ്റമറോട് വേണ്ടെന്ന് പറയും. അതുകൊണ്ട് അത് കാണിക്കാതിരിക്കാതെ മനസ്സിലായി. അതുകൊണ്ട് 50 gram 100 gram കാണിക്കല്. അപ്പൊ ഓപ്പോസിറ്റ് പറയാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇത് കാണിച്ചിരിക്കുന്നത്, അല്ലാതെ നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ ചുറ്റളവുള്ള ചെറിയ കടകൾക്കോ ആരെയും കൊടുക്കുന്നവർക്കോ. പക്ഷെ നമ്മൾ ഈ ഗ്രാമത്തെ കയറി വെക്കുമ്പോഴത്തേക്കും നമ്മൾ ആൾക്കാരൊക്കെ കുറെ നാളത്തേക്ക് ചിലപ്പോൾ മേടിച്ചു പോകും. അപ്പൊ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കാനുള്ള ഇത് വേണം. അപ്പൊ മിനിമം ഒരു 200 200, അല്ലാതെ 50 100 കാണിക്കരുത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വെയിറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫോം എന്ത് ഇതിലാണ്, പൗഡർ ആണോ ലിക്വിഡ് ആണോ
ക്രഷ്ഡ് ആണോ, പിന്നെ അത് നിങ്ങൾക്ക് എല്ലാത്തിനും കസ്റ്റം ചെയ്യാം. മെയിലാണ് വെയിറ്റ് നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാം. കസ്റ്റം എന്ന് പറഞ്ഞ് ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് വെയിറ്റ് കസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യാം, ഫോം അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്രേഡ് സ്റ്റാൻഡേർഡ് ആണോ, പ്രീമിയം ആണോ, എക്സ്പോർട്ട് ക്വാളിറ്റി ആണോ, ആ കസ്റ്റം നമുക്ക് ഇത് ചെയ്യാം. അങ്ങനെ പിന്നെ സെലക്ട് വെയിറ്റ്, ഫോം, ഗ്രേഡ്, ഈ 3 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രോഡക്റ്റ് വേരിയന്റ് ഓരോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ എല്ലാം ഇവിടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഉണ്ടാക്കാം. അങ്ങനത്തെ നിങ്ങൾക്ക് ആവശ്യമുള്ള കൂടുതൽ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി ഓരോന്നിന്റെയും വെയിറ്റ്, ഫോം, ഗ്രേഡ് ഇതൊക്കെ കൊടുക്കാം. അപ്പം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൂടുതൽ നല്ല ഈ പ്രോഡക്റ്റിനോട് വിശ്വാസം, നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ആണെന്ന ചിന്തയും നമ്മൾ കുറച്ച് ട്രാൻസ്പെറന്റ് ആണെന്നുള്ള ചിന്തയൊക്കെയാണ് അവർക്ക് വരുന്നത്. ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുമ്പോൾ പിന്നെ എൻ്റെ ഫൈനൽ വെയിറ്റ്, ഫോം, ഗ്രേഡ് എല്ലാം ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്ത് പിന്നെ വേരിയന്റ് നെയിം വരും. ഇങ്ങനെ അങ്ങനെയാണ് 250 gram / പൗഡർ സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ ഇത് വരുന്നത്. മനസ്സിലായി? സ്റ്റാൻഡേർഡ് ഗ്രേഡ് പൗഡറാണ് അതിന്റെ ഫോം. ഇത് അപ്പോൾ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇത് പൗഡർ ഫോമിലാണ് അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലാണ് പൗഡർ. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ അത് കൊടുക്കുക. ഇപ്പം അവന് പറയുന്നതെന്ന് വെച്ചാൽ ഈ നമ്മൾ വെയിറ്റും ഗ്രേഡും എല്ലാം അളന്നിട്ടു. നമ്മുടെ ഈ ആദ്യത്തെ ഒരു കസ്റ്റമർ ഒരു പേജിലേക്ക് വന്ന് ആദ്യം കാണുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് പിക്ചറാണ്. ആ പ്രോഡക്റ്റ് പിക്ചർ ആണ് ആ ഒരു കസ്റ്റമറിനെ ഇത് മേടിക്കണോ വേണ്ട എന്ന് ട്രിഗർ ചെയ്യുന്നത്. അല്ലാതെ അതിന്റെ പ്രൈസും ഇതുമല്ല. അവർ പ്രൈസൊക്കെ പിന്നെ ആയിരിക്കും നോക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള നല്ല ഒരു ഹോം മെയ്ഡ് പിക്കിൾ അല്ലെങ്കിൽ പ്യുവർ സ്പൈസസ്, മായം ഒന്നും ചേർക്കാത്ത നല്ല സ്പൈസസ് ഫ്രം ദി എസ്റ്റേറ്റ് ഡയറക്ട്ലി ഓർ വറവ്. അപ്പൊ അവരങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് നോക്കും, ഇമേജ് നോക്കും. ഫസ്റ്റ് ഇമേജ് നോക്കും, നെക്സ്റ്റ് ഇസ് ഡിസ്ക്രിപ്ഷൻ. ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കൊരു കോൺഫിഡൻസ് വരുന്നത്. ഇമേജ് ഹാസ് ടു ബി വെരി വെരി പ്രസന്റബിൾ. അതിൻ്റെ അകത്ത് യാതൊരു സംശയം. നമ്മൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ എടുത്ത് മൊബൈലിലെ ഫോട്ടോ എടുത്തിട്ട് ഇതാ എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയും. ചിലരുണ്ട് അച്ചാർ കുപ്പിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ലേബലില്ല. ഇത് ആർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്? എന്ത് ബ്രാൻഡിങ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ നന്നായിട്ട് ബ്രാൻഡിങ് ചെയ്യണം. ഈ കുപ്പികൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അത് പ്രോപ്പറായിട്ട് ഇരുന്ന് വരും. ചിലരുണ്ട് കുപ്പി ഇങ്ങനെ നന്നായിട്ട് ലേബൽ ഇങ്ങനെ ഇരിക്കും, തെന്നിയിരിക്കും. കാരണം പൊട്ടിക്കുമ്പോൾ തെന്നി പോകുന്നതാ. അത് അങ്ങനെ വരാതെ നമ്മൾ ശരിക്കും ഈ പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഒട്ടിച്ചു വെക്കുക. അതിനൊരു നല്ല ട്രെയിനിങ് ഉണ്ട്. അതിന് യൂട്യൂബിലൊക്കെ ഉണ്ട് എങ്ങനെയാണ് ലേബൽ ഒട്ടിക്കുന്നതെന്ന്. ആ ലേബൽ എടുത്തിട്ട് കുപ്പി നിലത്ത് ഈ മേശപ്പുറത്ത് വെച്ചിട്ട് കുപ്പി ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡിൽ ഒട്ടിച്ചിട്ട് ആ കുപ്പി ഒന്ന് ഉരുട്ടിയാൽ മതി, സ്ട്രെയിറ്റ് ആയിട്ട് വരും. അതൊരു നല്ല ടെക്നിക്കാണ്. അതിനൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് നീറ്റായിട്ട് വെച്ച് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഭിത്തിയോട് ചേർത്ത് വെക്കുക, ചെരിച്ച് മേശയിൽ ഭിത്തിയോട് ചേർത്ത് ഈ പ്രോഡക്റ്റ് വെക്കുക. നല്ല വെട്ടത്തിൽ മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കുക. വളരെ ക്ലീൻ ആയിരിക്കും. അല്ലാതെ മേശ വെച്ചിട്ട് അപ്പുറേ അടുക്കളയുടെ കഥ തുറന്നിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വിൻഡോ തുറന്നിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ തുണി തൂങ്ങി കിടക്കുകയായിരിക്കും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ചിലർ ഫോട്ടോ എടുക്കുന്നത് ഇത് വെച്ചിട്ട്. കാരണം ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുത്തു. അങ്ങനെയല്ല, ഇച്ചിരി ഒരു സമയം സ്പെൻഡ് ചെയ്യും. കാരണം നമ്മുടെ പ്രോഡക്റ്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഇത് കൈക്കൊണ്ട് കൊടുത്തല്ല മേടിക്കുന്നത്, എല്ലാം ഓൺലൈനിലാണ്. അപ്പൊ ഓൺലൈനിൽ ഏറ്റവും പ്രസന്റബിൾ ആയിട്ട് ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കാൻ സാധ്യത കുറവാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇൻസ്റ്റയിലൊക്കെ പ്രോഡക്റ്റ് എന്ത് രസത്തിലാണ് വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ആൾക്കാർ മേടിക്കാൻ തോന്നും. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ആ ഒരു അവിടെയാണ് നമ്മുടെ കൺസ്യൂമേഴ്സ് നിങ്ങളുടെ പ്രോഡക്റ്റ് കാണുന്ന ഈ വെബ്സൈറ്റിലാണ്, ഓൺലൈനിലാണ്. ആ ഓൺലൈനിൽ കാണുമ്പോൾ അത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടിരിക്കണം. കാണുമ്പോഴേ അവർക്ക് മേടിക്കാൻ തോന്നണം. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കണം. നിങ്ങളുടെ സെയിൽസിന്റെ ഒരു 3/4 പങ്കും അവിടെ ആയിരിക്കുന്നത്, ആ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഏത് ഫോട്ടോ വന്നാലും നമ്മളത് എൻഹാൻസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആക്കി തിരിച്ച് നമ്മൾ വെബ്സൈറ്റിൽ വെക്കും. അതെങ്ങനെയാണെന്ന് ഇപ്പൊ കാണിച്ചു തരും. പക്ഷെ അത് നമ്മൾ ചെയ്യും. അത് നമുക്ക് ചിലവുണ്ട്, കുറെ സമയം പോവും. ഓരോ പ്രോഡക്റ്റും നാലായിട്ട് വെക്കണം. ഇപ്പൊ 500 വെൻഡേഴ്സായി. 500 വെൻഡേഴ്സിനും ഓരോ വെൻഡേഴ്സിനും 10-15 പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ എത്ര പ്രോഡക്റ്റ് ആയി? ആ പ്രോഡക്റ്റിനെല്ലാം നമ്മൾ ഈ ഓരോന്നും കയറി ക്ലിയർ ആക്കുകയാണ്. എല്ലാം ക്ലിയർ ആക്കണം. ഒരൊറ്റ എണ്ണം അതുപോലെ ഇടാൻ പറ്റിയിട്ടില്ല ഇന്നേ വരെ. അതുപോലെ കാരണം നമുക്കാർക്കും ആഡ് ഏജൻസി ഇല്ല. അത്ര ക്ലിയർ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് നല്ല ലോഗോ ഒക്കെ ഇട്ട് ചെയ്യാൻ ആരുമില്ല. നമ്മളെടുക്കും, എവിടെയെങ്കിലും കൊണ്ടിടും കുട്ടിക്ക്. കാരണം നമ്മൾ ഗ്രാമീണ സംരംഭകരാണ്, ചെറുകിട സംരംഭകരാണ്, നമുക്കുള്ള ബഡ്ജറ്റ് ഇല്ല. അതുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കാര്യം തീരുമാനിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ വന്നാലും നമ്മൾ അതിനെ എൻഹാൻസ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കി നമ്മൾ സൈറ്റിലിടും.
അതെങ്ങനെയാണ് ഇപ്പൊ മാഡം കാണിച്ചത്. ഒരു ഒരു ഇതൊരു എക്സാമ്പിൾ ആണ്, ക്ലാസിക് എക്സാമ്പിൾ ആണ്. ചുരിദാറിന് ടോപ്പ് അത് തരുന്നത് ഇങ്ങനെ കസ്റ്റമർ തരുന്നത് എങ്ങനെയാണ്, അവർ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ചെയ്യുന്നതാണ്. അത് ഈ ഒരു രീതിയിൽ കൊണ്ട് ഹാങ്ങറെ കൊണ്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ആരും തന്നെ മേടിക്കുക, നമുക്കെല്ലാം അറിയാം. പക്ഷെ നമ്മളത് എൻഹാൻസ് ചെയ്ത് ഒരു മോഡലിനെ കൊണ്ടുവന്ന് ആ മോഡൽ ഇടുമ്പോഴാണ് അതിന് ഇച്ചിരി ഒരു 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 തിളക്കമൊക്കെ കൊടുത്ത് ഒരു നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ആൾക്കാരെ അറ്റ്ലീസ്റ്റ് നോക്കും. ഒരു ഇന്നത്തെ ടീനേജർ അല്ലെങ്കിൽ ഒരു യങ് വുമൺ പുള്ളിക്കാരത്ത് നോക്കുമ്പോൾ ഓക്കെ ഇത് നല്ലതായിരിക്കും, എനിക്ക് ചേരുന്നതായിരിക്കും, ഇത് ആരെങ്കിലും ഒന്ന് ഇട്ട് കാണിക്കുമ്പോഴായിരിക്കും അവർക്ക് കൂടുതലും ഒരു ഇത്. അല്ലാതെ ഈ ഹാങ്ങറെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരു ഐഡിയ കിട്ടത്തില്ല. ഇത് എങ്ങനെയാണ് ഞാനാണ് ഞാൻ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എനിക്ക് ചേരുന്ന കളറാണോ, അല്ലെങ്കിൽ എനിക്ക് ഞാനൊരു ഫെയർ കോംപ്ലക്ഷൻ അല്ല, ഞാനൊരു ഒരു ഒരു ഇച്ചിരി ഡാർക്ക് സൈഡ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. ആ ഇടുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഇത് ഇട്ട് കഴിയുമ്പോഴാണ് അവർക്ക്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ ഇമ്പാക്ട് കാണും. നെയ്ഡ് ഈ നെയ്ഡ് ഫോട്ടോ എടുത്തിരിക്കുന്നതാണ് എന്ത് മേളിൽ നിന്ന് എങ്ങനെയോ വെച്ചു. പുള്ളി മാക്സിമം പുള്ളിയെ കൊണ്ട് ചെയ്യാന്ന് ചെയ്തു. പുറയിൽ നിന്നൊരു വെള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്, പുള്ളി നീറ്റായിട്ട് എടുത്തു. പക്ഷെ അങ്ങനെയല്ല നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് സൈറ്റിൽ. ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം നമ്മളൊരു അൺപ്രൊഫഷണൽ ആണ്. അതുകൊണ്ട് നമ്മൾ അത് മാറ്റി അതിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇട്ട് അതിന് ചുറ്റും കുറച്ച് അതിന് ചേരുന്ന ഒരു സ്പൂണിൽ എന്തൊക്കെയോ ഇട്ടിട്ട് കുറച്ചുകൂടെ ഒരു പ്രസന്റബിൾ ആണ്. നല്ലൊരു രീതിയിൽ അതിന്റെ അടപ്പും അതിന്റെ വെട്ടവും അതിന്റെ ഗ്ലോ ഒക്കെ ഇച്ചിരി ബെറ്റർ ആക്കിയിട്ട് നമ്മൾ അങ്ങനെയാണ്. ഇപ്പൊ ഇത് ഈ ഒരു പാക്ഡ് ഫ്രൂട്ട് ആണ്. അപ്പം ഈ പാക്ക് ഫുഡിന്റെ ഫോട്ടോ തന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഏതോ മെഞ്ച വെച്ച് തിരിച്ചു വെച്ചൊരു ഫോട്ടോ എടുത്തു. അത് നമ്മൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ആരും മേടിക്കുകയില്ല. ഇതെന്നാന്ന് പോലും ആരും അറിയത്തില്ല. അത് മാറ്റി നമ്മൾ വേറെ പ്രസന്റബിൾ ആക്കി നേരെയാക്കി അത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്ത് ഒരു നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യും. സോ ഇങ്ങനെ എടുക്കണമെങ്കിൽ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഒരുപാട് പൈസ ചാർജ് ചെയ്യും ഇങ്ങനെ വേണമെങ്കിൽ. ഇതിന്റെ പുറമെ നമ്മളത് നമ്മളെ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ, നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ നമ്മളത് നന്നായിട്ട് രീതി പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഈ ഒരു പൊടിയും ഒക്കെ എല്ലാം ഫസ്റ്റ് നമുക്ക് കസ്റ്റമർ തന്ന ഫോട്ടോ, രണ്ടാമത് നമ്മളത് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഫോട്ടോ, രണ്ടും സെയിം ആണ്. പക്ഷെ നമ്മൾ ഇച്ചിരി അത് പ്രസന്റബിൾ ആക്കി, അത്രേ ഉള്ളൂ. ഈ ഒരു ഇത് കാണുമ്പോഴാണ് ആൾക്കാർ ഇത് നോക്കുന്നത്. ഓക്കെ ഇത് നല്ലതാണല്ലോ, കണ്ടിട്ട് നീറ്റ് ആണ്, നല്ലതാണ്, ഒറിജിനൽ ആണ്, ഓർഗാനിക് ആണ്, അങ്ങനെ ചിന്ത വരുമ്പോഴാണ് ആൾക്കാർ ഇതെടുത്തത്. മാക്സിമം റൂറൽ ഓൺടർപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഇതൊരു ഗ്രാമോദയയുടെ പ്ലാറ്റ്ഫോമിലൂടെ വെക്കുന്നതുകൊണ്ട് അത് അതിൻ്റെ കൊണ്ട് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തേ ഉള്ളൂ നമ്മുടെ ഒരു സ്ഥലത്തോട്ട് ആൾക്കാർ റെഫർ ചെയ്ത് കൂടുതൽ ആൾക്കാർ വരുത്തുള്ളൂ. സോ നമ്മൾ പറഞ്ഞത് നമുക്ക് ഒരു പ്രോഡക്റ്റിന് 6 ഡിഫറെന്റ് ഇമേജസ് വരെ ഇടാം. 6 ഡിഫറെന്റ് ആംഗിളിൽ നിന്നാണ് നിങ്ങൾക്ക് കൂടുതൽ ആ ഇമേജിനെ, ആ പ്രോഡക്റ്റിനെ പറ്റി പറയണമെങ്കിൽ 6 ഇമേജ് വരെ ഇടാം. പല ആംഗിളിലും പല ഇതും. അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചൊരു ഫോട്ടോ എടുക്കാം, ദൂരെ നിന്നൊരു ഫോട്ടോ എടുക്കാം, സൈഡിൽ നിന്ന് അതിന്റെ സീലിങ്ങും നല്ല കപ്പോൾഡിങ് കാണിക്കണം, അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ 2-3 ആംഗിൾ എടുക്കാം. അല്ലെങ്കിൽ പാക്ക് ഫുഡ് ആണെങ്കിൽ അതിന്റെ രീതിയിൽ അതിന്റെ അപ്പുറം കാണിക്കാം. വേറെ ക്ലോത്ത്സ് ആണെങ്കിൽ അത് ഇടുന്ന ഒരു മോഡലിനെ കാണിക്കാം. അതിനൊക്കെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു 6 ഡിഫറെന്റ് ഒരു ഇതാണ്. ചിലപ്പോൾ അതിന്റെ ബോക്സ് കാണിക്കാം. നിങ്ങൾ നല്ല ബ്രാൻഡഡ് ബോക്സ് എല്ലാം ഉണ്ടാക്കി ആ ബോക്സ് കാണിക്കാം. അപ്പൊ അവർക്ക് മനസ്സിലായത് നല്ല ബോക്സ് ആണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും പാക്കിംഗ് എല്ലാം കാണിച്ച് ഒരു 6 ഡിഫറെന്റ് ഫോട്ടോസ് ഒരെണ്ണത്തിൽ ഇടാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ പ്രോഡക്റ്റ് എല്ലാം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ എന്റെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ, എന്തെങ്കിലും മിസ്സിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പോയി അത് എഡിറ്റ് ചെയ്യുക, അത് മാറ്റി. നമ്മളിപ്പം ഈ പ്രോഡക്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇത് അപ്ലോഡ് ചെയ്യും, നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുമ്പോൾ അണ്ടർ റിവ്യൂ എന്ന് കാണിക്കും. പ്രോഡക്റ്റ് നേരെ സൈറ്റിലോട്ട് ഒപ്പം വരത്തില്ല, അണ്ടർ റിവ്യൂ എന്ന് നിങ്ങളുടെ പേജിൽ കാണിക്കും. അങ്ങനെ പോയി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഇത് നേരെ വെബ്സൈറ്റിലോട്ട്. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ പ്രോഡക്റ്റ് ലൈവ് ആകുമ്പോൾ ആ അണ്ടർ റിവ്യൂ എന്നുള്ള ആ മേളത്തെ ടൈറ്റിൽ അത് ലൈവ് എന്ന് കാണിക്കും. അപ്പോൾ ആ പ്രോഡക്റ്റ് ലൈവായിട്ട് ആ വെബ്സൈറ്റിൽ കാണാൻ ആ കാറ്റഗറിക്കകത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് ഇങ്ങനെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ്, ലൈവായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഓർഡർ ലഭിക്കാൻ തുടങ്ങും പോകുന്നത്. അത് കസ്റ്റമർ കണ്ട് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്യുന്ന ആ സമയത്താണ് നിങ്ങൾക്ക് ഓർഡർ കിട്ടാൻ. സോ ഇത് നമ്മൾ ഓർഡേഴ്സ് കൊടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. ആദ്യം പഠിപ്പിച്ചതാണ് ഓർഡേഴ്സ്, എങ്ങനെയാണ് ഓർഡേഴ്സ് വരുന്നത്, നിങ്ങളുടെ പേജിൽ എങ്ങനെയാണത് പെൻഡിങ് ആയിട്ട് നിൽക്കും. അത് നമ്മൾ ഷിപ്മെന്റ്, ഇനി അടുത്ത ഷിപ്മെന്റ് ഇത് ഇവിടെ നിന്നാണ് ഓർഡർ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓർഡർ ഓട്ടോമേഷൻ വന്ന്
മൈ ഓർഡേഴ്സിനായിരിക്കും പോകുമ്പോൾ നിങ്ങളുടെ ഓർഡർ കാണിക്കും. അവിടുന്ന് അത് നമ്മളെങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഷിപ്പിന് എല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം. ഓക്കെ, വൺസ് നമ്മളിത് കൊടുത്തു കഴിയുമ്പം ഓർഡർ അക്സെപ്റ്റ് നമ്മൾ അതിനെ അക്സെപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവായിട്ട് ഇത് ഷിപ്പിന് റെഡിയാകാം. ഇവിടെ ആക്റ്റീവാണ്, 3 പ്രോഡക്റ്റ് ആക്റ്റീവാണ്, ഷിപ്പിങ്ങിന് റെഡിയാണ്. ഇപ്പം നമ്മൾ ഇതെല്ലാം വെരിഫൈ ചെയ്ത് നമ്മുടെ കമ്മീഷനും ഇതെല്ലാം വെരിഫൈ ചെയ്ത് എവറിത്തിങ് ഇത് ഓക്കെ ആണെങ്കിൽ മാർക്ക് റെഡി ടു ഷിപ്പ് ചെയ്യാൻ റെഡിയാകും. നിങ്ങളുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരും, റെഡി ടു ഷിപ്പ് ആൻഡ് റെഡി ടു പിക്കപ്പ് എന്നുള്ളത്. ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഇത് ഷിപ്പിംഗ് റെഡി ആയി കഴിഞ്ഞാൽ ഈ ഇൻവോയ്സും ഷിപ്പിംഗ് ലേബലും മാനിഫെസ്റ്റും ഇവിടെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുക. നിങ്ങളാരും ഒന്നും ചെയ്യേണ്ട, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാക്ക് ചെയ്ത ബോക്സിന്റെ മേളിലായിരിക്കും ഷിപ്പിംഗ് ലേബൽ ഒട്ടിക്കുന്നത്. ഇൻവോയ്സ് അകത്ത് വെക്കുക. മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് ഡെലിവറി പാർട്ട്ണർ വന്ന് നിങ്ങളുടെ എടുത്തുകൊണ്ട് പോകുമ്പോൾ സൈൻ ചെയ്ത് നിങ്ങൾക്ക് പ്രൂഫായിട്ട് തരുന്നതാണ് മാനിഫെസ്റ്റ്. നിങ്ങൾക്ക് പിക്കപ്പ് ഡേറ്റ് പിക്കപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇന്നൊരു ഓർഡർ കിട്ടി, ഇന്ന് നാളെ രാവിലെ അത് പാക്ക് ചെയ്ത് റെഡിയാക്കി, ഒന്നെങ്കിൽ നാളെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം എപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക, കാരണം അവർക്ക് വരാനും പിടിക്കാനും. അപ്പോൾ നാളെ ഒരു ദിവസം ഇട്ട് ചെയ്യുക, ഡേറ്റ് ഇടുക, എന്നിട്ട് അത് ഷെഡ്യൂൾ ചെയ്യുക. ഈ പ്രോഡക്റ്റിന്റെ വെയിറ്റ്, ലെങ്ത്, ബ്രെഡ് ഒക്കെ ഒന്ന് ഹൈറ്റ് ചെയ്തിടുക. പാക്കേജിന് അവിടെ എഴുതാൻ ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ വിട്ടിട്ട് ദെൻ ക്രിയേറ്റ് ഷിപ്മെന്റ് എന്ന്. നമുക്ക് ഇത് സെലക്ട് കുറിയർ പാർട്ട്ണർ സെലക്ട് ചെയ്യാം, ഡെലിവറി പാർട്ട്ണർ സെലക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും ഏറ്റവും ചെറിയ എമൗണ്ട് എടുക്കാവുള്ളൂ. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് ബയറിന് ബാധിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ചെറിയൊരു ഇതെടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിരിക്കും എല്ലാവർക്കും. എന്നിട്ട് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ഡേ എന്നാണ് പിക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ മുമ്പേ കാണിച്ച ഡേറ്റിന് അവിടെ പിക്കപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് ഷിപ്പിന് റെഡിയാക്കും. നമ്മൾ അത്രയും ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ ഷിപ്പിന് റെഡിയാണ് പിക്കപ്പ് ചെയ്യാൻ. നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം പ്രിന്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രോഡക്ട്സ് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കടയിലോ എവിടെയാണെങ്കിലും പാക്ക് ചെയ്ത് ഷിപ്പിംഗ് ലേബിൾ ഒട്ടിച്ച് ഈ 3 കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക. യുവർ പ്രോഡക്റ്റ് ഇസ് റെഡി ടു ഷിപ്പ്. നമ്മളിതിപ്പോൾ പറയുന്നത് നമ്മളിപ്പോൾ 2-3 ദിവസം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര സ്പീഡായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും. ആരും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. മൊബൈൽ ഓർഡർ വരും, അക്സെപ്റ്റ് ചെയ്യുക, ഷിപ്പിനെ എടുക്കുക, ഷിപ്പിംഗ് ലേബിൾ എപ്പോഴും വരും, എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി ഫിൽഡ് ആണ്. നിങ്ങളാരും ഒന്നും എഴുതാൻ പോകണ്ട. അതിന്റെ പ്രിന്റ് എടുക്കുക, പ്രിന്ററോട് നിങ്ങളുടെ മൊബൈൽ കണക്ട് ചെയ്യുക, പ്രിന്റ് എടുക്കുക, ഒട്ടിക്കുക, കീപ്പ് ഇറ്റ് റെഡി. അയാൾ വന്ന് ആ പറഞ്ഞ ഡേറ്റിൽ കളക്ട് ചെയ്ത് പോകും. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ടിക്കറ്റ് റേസ് ചെയ്യുന്ന ഇഷ്യൂ അവിടെ ആ കൊറിയർ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, പാർട്ട്ണർ സപ്പോർട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ, സപ്പോർട്ട് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു സെറ്റിംഗ്സിൽ പോയി കഴിയുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദിസ് അല്ലേ. സോ ദെൻ ചാറ്റ് സപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു വിൻഡോ വരും, റേസ് എ സപ്പോർട്ട് ടിക്കറ്റ്. അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് എഴുതുക, പ്രോഡക്റ്റ് മിസ് ചെയ്യുന്നോ, അല്ലെങ്കിൽ നോട്ട് ഏബിൾ ടു ട്രാക്ക്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇഷ്യൂ എഴുതി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി പ്രയോറിറ്റി അർജന്റ് ആണോ അതോ നോർമൽ ആണോ എന്നുള്ളത്, അർജന്റ്, ലോ, ഹൈ കാറ്റഗറി ഏതാണ്, ജനറൽ കാറ്റഗറി ആണോ അതോ എന്തെങ്കിലും റീഫണ്ടിനെ പറ്റിയാണോ, ഓർഡർ ഇഷ്യൂ ആണോ, ഡെലിവറി ഇഷ്യൂ ആണോ, പ്രൊഡക്റ്റ് കൂടെയാണ്, ജനറൽ ആണോ, എന്തെങ്കിലും ആയിക്കോട്ടെ. അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിട്ട് കഴിഞ്ഞ് സബ്മിഷൻ ഡേറ്റ് ആണ്. സബ്മിറ്റ് ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷിപ്പ് റോക്കറ്റിന്റെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്ത് അത് നിങ്ങളുടെ ആ കംപ്ലീറ്റ് പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യുന്നതായിരിക്കും. പറയുന്നതെല്ലാം നമ്മൾ മലയാളം ലാംഗ്വേജിലോട്ട് വരുമ്പോൾ ഇതെല്ലാം മലയാളത്തിൽ വരും. സോ അതുകൊണ്ട് നിങ്ങൾ അത് ഇംഗ്ലീഷ് മാത്രം വരുമെന്നോർത്ത് വിഷമിച്ചിരിക്കണ്ടേ. സോ ഇഫ് യു ക്ലിക്ക് ദാറ്റ് ഇൻ മലയാളം, അവിടെ മലയാളം ലാംഗ്വേജ് എന്ന് കണ്ടോ, ആ ലാംഗ്വേജ് മലയാളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മലയാളത്തിൽ വരും. ഇവിടെ മലയാളത്തിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇത് മലയാളത്തിൽ സപ്പോർട്ട് ടിക്കറ്റ് ഉന്നയിക്കുക എന്ന് പറഞ്ഞ കാര്യമെല്ലാം നമുക്ക് മലയാളത്തിൽ എല്ലാം മലയാളത്തിലുണ്ട്. സോ ഇതിൻ്റെ അകത്ത് യാതൊരു വിഷമവും നമുക്ക് വരത്തില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.